ഹജ്ജിന് പോകുന്നവരും പോകാത്തവരും പോയിട്ടുള്ളവരും ഇതുവരെ പോകാൻ ഉണ്ടായിട്ടില്ലാത്തവരും ആയിട്ടുള്ള എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയുള്ള ഒരു മെസ്സേജ്, അഥവാ ഇസ്ലാമിൽ ഹജ്ജ് എന്താണ്, എന്തിനാണ്? ഹജ്ജിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ഒരു ജഡവും ആത്മാവും. എന്താണ് ഇസ്ലാമിൽ ഹജ്ജ്? അത് എന്തിനു വേണ്ടിയുള്ളതാണ്? ഹജ്ജിന്റെ ജഡം എന്താണ്? ഹജ്ജിന്റെ ആത്മാവ് എന്താണ്? ഇത്തരം സമസ്യകൾക്കുള്ള ഒരു പൂരണം, അന്വേഷണങ്ങൾക്കുള്ള ഒരു ഉത്തരം മാത്രമാണ് ഈ അവസരത്തിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിലെ 5 കാര്യങ്ങളിലെ അവസാനത്തെ കാര്യമായി അള്ളാഹു പഠിപ്പിച്ച തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു തന്ന കാര്യമാണ് ഹജ്ജ്. അൽ ഹജ്ജു തമാമുൽ ഇസ്ലാമി വ കമാലുദ്ദീൻ. ഇസ്ലാമിന്റെ പൂർത്തീകരണം നടക്കുന്നത് ഹജ്ജിലൂടെയാണ്. ദീനിന്റെ സമ്പൂർണത ലഭിക്കുന്നത് ഹജ്ജിലൂടെയാണ്. ഫീഹി അൻസലല്ലാഹു തആല ഖൗലഹു അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഷഹാദത്ത് കലിമ ക്ലിയറാക്കിയ സമൂഹം, തങ്ങളുടെ സമ്പാദ്യവും ജീവനും ശരീരവും അള്ളാഹുവിന് സമർപ്പിച്ച ഒരു സമൂഹം, പടച്ചട്ടയണിഞ്ഞുകൊണ്ട് രണാങ്കണത്തിലേക്ക് യുദ്ധത്തിനിറങ്ങിയ ഒരു സമൂഹം, എല്ലാ നിലക്കും ത്യാഗങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് സമ്പൂർണമായി അള്ളാഹുവിന് അനുസരിച്ച് കഴിഞ്ഞ ഒരു വിഭാഗം. ആ വിഭാഗത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പൂർണ്ണരെന്നോ നിങ്ങളുടെ ജീവിത വഴി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നോ അള്ളാഹു പറഞ്ഞില്ല. ബദറും ഉഹുദും അടക്കം അങ്ങനെയുള്ള സായുധ സമരങ്ങളിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ സമ്പാദ്യം മുഴുവൻ അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിൽ വ്യയം ചെയ്യൽ കൊണ്ട് മാത്രം നിങ്ങളുടെ ദീനും ഇസ്ലാമും സമ്പൂർണമായി എന്ന് അള്ളാഹ് പറഞ്ഞില്ല. അതെന്നാ പറഞ്ഞത്? ഹജ്ജത്തുൽ വദാഇന്റെ വേളയിൽ, അന്ന് അറഫയിൽ വെച്ചാണ് ഈ വിശുദ്ധവാക്യം അവതരിക്കപ്പെടുന്നത്. അല്യവും, ഇന്ന്. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ സ്വഹാബാക്കൾ ഹജ്ജ് നിർവഹിച്ച് ആ ഹജ്ജിന്റെ പ്രധാനമായ ചടങ്ങുകളിൽ ഏർപ്പെട്ട സമയത്ത് അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫ തന്നെ എന്ന് പറഞ്ഞ ആ സംഭവം നടക്കലുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീനിനെ നാം പൂർത്തീകരിച്ചു തന്നത് നിങ്ങൾക്ക്. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നത്. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ജീവിത പന്ഥാവായി, ജീവിത മാർഗമായി ഇസ്ലാമിനെ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് സമ്മാനിച്ചത് ഇന്നാണ്, ഇപ്പോഴാണ്. എന്ന് വെച്ചാൽ ഹജ്ജില്ലേ ഇസ്ലാം പൂർണ്ണമല്ല, ഹജ്ജില്ലേ ദീന് അപൂർണമാണ്. അതുകൊണ്ട് തന്നെ നിബന്ധനകളൊത്ത ഒരു വിശ്വാസി, ഹജ്ജ് നിർബന്ധമായ ഒരു വിശ്വാസി ഹജ്ജ് കർമ്മം ചെയ്യാതെ മരണപ്പെട്ടാൽ അവന്റെ മരണം മുസ്ലിമായിട്ടോ മുഅ്മിനായിട്ടോ അല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മൻ മാത്ത, ഒരാൾ മരിക്കുമ്പോൾ ഹജ്ജിനുള്ള അവസരമൊത്തു, അത് നിർബന്ധമായി, വലം യഹുജ്ജ, എന്നിട്ട് ഹജ്ജ് ചെയ്തില്ല. അങ്ങനെ ഒരാൾ മരിക്കുകയാണെങ്കിൽ ഫല്യമുത് ഇൻശാഅ യഹൂദിയൻ വ ഇൻശാഅ നസ്റാനിയൻ, അവൻ ജൂതനോ ക്രിസ്ത്യാനിയോ ആയിട്ട് മരിക്കട്ടെ, മുസ്ലിമായി അവന് മരിക്കാൻ ഒക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വിശ്വാസികൾ നല്ലൊരു ശതമാനം ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ ഹജ്ജ് എന്ന് പറഞ്ഞ ഏർപ്പാട് ആർക്ക് പറഞ്ഞതാ? ഒത്തിരി പൂത്ത പണമുള്ള മുതലാളിമാർക്ക് പറഞ്ഞ ഏർപ്പാടാണ്, അല്ലെങ്കിൽ ഹജ്ജ് കച്ചവടം ചെയ്യണ ബിസിനസ്സുകാർക്ക് പറഞ്ഞ പണിയാണ്. അവരെ പ്രലോഭിപ്പിച്ചും സോപ്പിട്ടിട്ടും കൊണ്ടുപോയി അങ്ങനെ പോകുന്ന ആളുകൾക്ക് പറഞ്ഞതാണ്.
ആർക്കാണ് ഹജ്ജ് നിർബന്ധമുള്ളത്, ആർക്കൊക്കെ അത് നിർബന്ധമാകും, ഇത് നമ്മളൊന്ന് അറിയണം. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് മനിസ്തത്വാഅ ഇലൈഹി സബീലാ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ജനങ്ങളുടെ മേലിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹജ്ജ് ചെയ്യൽ ബാധ്യതയുണ്ട്. അള്ളാഹുവിന് വേണ്ടി ജനങ്ങളുടെ ബാധ്യതയാണ്. അന്നാസിന്റെ സത്യവിശ്വാസികളായ ജനതയുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. ഹിജ്ജുൽ ബൈത്തി മനിസ്തത്വാഅ ഇലൈഹി സബീല, കഅബാലയത്തിങ്കൽ ചെന്നുകൊണ്ട് ഹജ്ജ് നിർവഹിക്കൽ. ആർക്ക്? എല്ലാ വിശ്വാസികൾക്കുമല്ല. മനിസ്തത്വാഅ ഇലൈഹി സബീല, അതിലേക്ക് വഴിയൊരുങ്ങുന്നവർ, അതിലേക്ക് ഹജ്ജിലേക്ക് വഴിയുള്ള ആളുകൾ, ഈ ആളുകൾക്കൊക്കെ അത് ബാധ്യതയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് തുടർന്ന്, വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ആരെങ്കിലും കാഫിറായി പോവുകയാണെങ്കിൽ അല്ലാഹുവിനൊരു നഷ്ടവുമില്ല. അല്ലാഹു മാലോകരിൽ നിന്ന് നിരാശ്രയനാണ്, സമ്പന്നനാണ്. പടപ്പുകളെ ഒന്നും അല്ലാഹുവിന് ആവശ്യമേ ഇല്ല. അവരുടെ ഹജ്ജ് അല്ലാഹ്ക്ക് ആവശ്യമില്ല. ഒരു കർമ്മവും അല്ലാഹുവിന് ആവശ്യമില്ല. ആരെങ്കിലും കാഫിറായി പോവുകയാണെങ്കിൽ അല്ലാഹ്ക്ക് മാലോകരെ ആവശ്യമില്ല എന്ന് വെച്ചാൽ ഇവിടത്തെ കുഫർ എന്താ? ഇവിടെ ഈ കാഫിറാകുക എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഹജ്ജിന് അവസരം ഒത്തിട്ട് അത് നിർബന്ധമായിട്ട് പോകാത്ത ടീമിന്റെ കാര്യമാണ് കുഫിർ, അവർ കാഫിറായി എന്ന പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. അതുകൊണ്ട് ആർക്കൊക്കെയാണ് ഇത് നിയമപരമായി ബാധ്യതയുള്ളത്, ഇത് നിർബന്ധമായി തീരുന്നത് ആർക്കൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വഹാബത്ത് പുണ്യ തങ്ങളോട് ചോദിച്ചു, മൽ ഇസ്തിതാഅത്തു, അള്ളാഹുവിന്റെ വചനം തങ്ങൾ ഞങ്ങളെ ഓതി കേൾപ്പിച്ചു. മനിസ്തത്വാഅ ഇലൈഹി സബീല, ഹജ്ജിന് വഴി ഒരുങ്ങുന്നവർക്കത് ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണെന്ന വിശുദ്ധ വചനം തങ്ങൾ ഞങ്ങൾക്ക് ഓതി തന്നു. മൽ ഇസ്തിതാഅത്തു, ഇതെങ്ങനെ സാധ്യമാകൽ റസൂലേ? എങ്ങനെ ഇത് സാധ്യമാകുക? ഫഖാല അസ്സാദു വറാഹില, ഭക്ഷണവും വാഹനവും റെഡിയായോ അവർക്ക് നിർബന്ധമായി. സാധാരണ മദ്രസയിൽ നമ്മുടെ കുട്ടികൾ പഠിക്കലുണ്ട്, തടിയാലും മുതലാലും വഴിയാലും അവസരമൊത്തവർ. തടിയാല് പൈസയുണ്ട്, പോകാൻ സൗകര്യമുണ്ട്, പക്ഷെ ആരോഗ്യമില്ലെങ്കിൽ നിർബന്ധമില്ല. സമ്പത്തിനാല് മുതൽ വേണം, അത് കടം മേടിച്ചിട്ടും പലിശക്ക് മേടിച്ചിട്ടും അങ്ങനെ പോകൽ നിർബന്ധമില്ല. വഴിയാല് ആരോഗ്യമുണ്ട്, പണമുണ്ട്, പക്ഷെ ഇപ്പൊ പോകാൻ മാർഗമില്ല, ഫ്ലൈറ്റൊക്കെ നിർത്തിവെച്ചു, കപ്പലും ഇല്ല. അങ്ങനെ ഗവൺമെന്റാണ് തീരുമാനിക്കുകയാണെങ്കിൽ അള്ളാഹു കാക്കട്ടെ, അപ്പൊ വഴിയില്ലല്ലോ. ഈ സംഗതികളൊത്താൽ എന്ന് വെച്ചാൽ ഇസ്തിത്വാഅത്ത്, ഒരു വ്യക്തിക്ക് മക്കയിൽ പോയി ഹജ്ജും ഉംറയും നിർവഹിച്ച് തിരിച്ചു പോരാനുള്ള ഫണ്ടുണ്ട്. ഏതു കഴിച്ച് അവനും അവന്റെ ആശ്രിതർക്കും വേണ്ട ഭക്ഷണം, വസ്ത്രം, അത്യാവശ്യ വാഹനം, താമസ ഇടം, അങ്ങനെ ജീവിതത്തിന് അത്യാവശ്യമായ സാധന സാമഗ്രികൾ, അത് കഴിച്ച് മിച്ചം യാത്ര ചെയ്ത് തിരിച്ചു പോരാനുള്ള ഫണ്ട് കയ്യിലുണ്ടോ അവന് നിർബന്ധ. ആർക്ക്? ഒരു വ്യക്തിക്ക് ഹജ്ജിന് പോയി കർമ്മങ്ങൾ പൂർത്തീകരിച്ച് തിരിച്ചു വരാൻ ഫണ്ടുണ്ട്. എന്ത് കഴിച്ച് മിച്ചം? കിടക്കാനൊരു കിടപ്പാടം, പോയി വരുന്നത് വരെയുള്ള ഫുഡ്, വസ്ത്രം. 10 കൊല്ലത്തേക്ക് മുന്നിലേ ഉള്ള അതല്ല പറഞ്ഞത്, ഈ പോയി വരുന്ന ആ കാലയളവിലേക്ക് വേണ്ട ഫുഡ് അവനും അവന്റെ ആശ്രിതർ, വരാത്ത ആളുകൾ, വീട്ടിലുള്ളവർ, ബാധ്യതയുള്ള ആളുകൾ, അവരുടെ ഇത്തരം നിർബന്ധമായ ചിലവുകൾ കഴിച്ച് മിച്ചം ഹജ്ജിന് പോകാനുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് നിർബന്ധമാകും. ഈ നിലക്ക് നമ്മുടെ മൂവാറ്റുപുഴയിൽ ഒരു 60% ആളുകൾക്ക്
ഇത് നിർബന്ധം ഉണ്ടാകും. എത്ര ശതമാനം ചെയ്തിട്ടുണ്ടാകും? ഒരു 40-ന് താഴെയൊക്കെ ചെയ്തിട്ടുണ്ടാവുള്ളൂ. 20% നിർബന്ധമായിട്ട് ഇപ്പോഴും കാഫിറായിട്ട് ജീവിക്കുന്നുണ്ടാവും. അള്ളാഹു കാക്കട്ടെ. ഞാൻ എൻ്റെ ഭാഷയല്ല, ഖുർആനിൻ്റെ ഭാഷ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്നത്. പിന്നെ പറയും, ഉസ്താദെ കടാണ്, എത്ര കട ഉണ്ടോ? 10 ലക്ഷം കട ഉണ്ട്. നമ്മൾ കരുതും ഈ സാധു സക്കാത്തിൻ്റെ അവകാശിയാണെന്ന് തോന്നും. അന്വേഷിച്ച് നോക്കിയാൽ ഈ സാധുവിന് 20 ലക്ഷത്തിൻ്റെ ആസ്തി ഉണ്ട്. ഇത് ഹജ്ജിന് പോകാതിരിക്കാനുള്ളൊരു കാരണമല്ല, ഹജ്ജിന് ചെയ്യാതിരിക്കാനുള്ള ഉഴുതറല്ല. എന്ത് കടമുണ്ട്? ആ കടത്തെ കവർ ചെയ്യുന്ന ആസ്തി ഉണ്ടെങ്കിൽ, ആസ്തി പറഞ്ഞാൽ കിടക്കണ കിടപ്പാടം 10 സെന്റ് ഒരു കൊച്ചു കൂരയാണ്, അത് ആസ്തിയായിട്ട് കൂട്ടൂല. നമ്മൾ പറഞ്ഞല്ലോ ഇത് കഴിച്ചിട്ട് മിച്ചം വേണമെന്ന്. 10 ലക്ഷം കടണ്ട്, വീടും പറമ്പും അതുപോലെ തന്നെ അത്യാവശ്യം ഉപയോഗിക്കേണ്ട ജീവിത വിഭവങ്ങൾ സാധനങ്ങൾ അതുണ്ട്. പുറമെ 10 ലക്ഷം കടണ്ട്, 15 ലക്ഷത്തിന്റെ ഭൂമി ഉണ്ട്, അല്ലെങ്കിൽ വാഹനം ഉണ്ട്, അല്ലെങ്കിൽ വേറെ സ്വർണ്ണുണ്ട്. എങ്കിൽ അവന് ഹജ്ജിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല, അവനും ഹജ്ജ് നിർബന്ധം തന്നെ. എത്രത്തോളം? ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാ ശാഫിഈ ഫിഖ്ഹിലെ പ്രസിദ്ധ ഗ്രന്ഥമായ തുഹ്ഫയിൽ പറയുന്നുണ്ട്, ഹജ്ജിന്റെ ഇസ്തിത്വാഅത്ത്, ഹജ്ജ് നിർബന്ധമാകുന്ന ആ കാര്യം പറയുന്നിടത്ത് വിവരിക്കുന്നുണ്ട്. ഒരാൾക്കൊരു കട മാത്രമുള്ളത്, വീടുണ്ട്, അതുപോലെ തന്നെ വീട്ടുകാർക്കൊക്കെ ഉണ്ണാനും ഉടുക്കാനുള്ള വക ഉണ്ട്. പുറമുള്ളത് ഒരു കടയാണ്, ഒരു കട, ഒരു പെട്ടിക്കടാന്ന് കൂട്ടിക്കോ സ്വന്തമായിട്ട്, വേറെ ഒന്നുമില്ല. ഈ പെട്ടിക്കട വിറ്റാൽ ആകെയുള്ള ഉപജീവന മാർഗമാണ്, തൊഴിലാണ് ഈ കട. ഈ കട വിറ്റാൽ ഹജ്ജിന് പോയി വരുന്നത് വരെ തന്റെ ചെലവും കുടുംബത്തിന്റെ ചെലവും ആ പോക്ക് വരവിനുള്ള ചെലവുണ്ടോ, അവന് ഹജ്ജ് നിർബന്ധാണ്. എന്താ ഈ പറഞ്ഞത്? ഒരു വ്യക്തിക്ക് വീടും അതുപോലെ ഉണ്ണാനും ഉടുക്കാനും മരുന്നിനൊക്കെ ഉള്ള അത്യാവശ്യ ജീവിതത്തിന് വേണ്ടതിനപ്പുറം ഒരു ചെറിയ കച്ചവടം ഉള്ളത്. ആ കച്ചവടം കൊണ്ടാണ് കുടുംബത്തെ പോറ്റുന്നത്. ഈ കട അങ്ങോട്ട് വിറ്റാല് ഹജ്ജിന് പോയി വരാനും ആ പോയി വരുന്നത് വരെ കുടുംബത്തിനും അവനും വേണ്ട ചെലവിനുണ്ടെങ്കിൽ അവന് ഹജ്ജ് നിർബന്ധമാണ്. യൽസമുഹു സർഫു ജമീഇ മാലി തിജാറതിഹി ലിൽ ഹജ്ജി, അവന്റെ കച്ചവടത്തിന്റെ മുഴുവൻ ധനവും ഹജ്ജിന് വേണ്ടി ഉപയോഗപ്പെടുത്തൽ നിർബന്ധമാണ്. വഇൻ ബത്വലത് തിജാറതുഹു, അവന്റെ കച്ചവടം വഴിമുട്ടിയാലും പൊളിഞ്ഞു പോയാലും, ഹജ്ജ് നിർവഹിച്ച് വന്നാൽ ഇനി കച്ചവടം ഉണ്ടാകൂല, അരി മേടിക്കാൻ വകുപ്പുണ്ടാകൂല എന്ന സ്ഥിതി വന്നാലും ഈ കട വിറ്റ് ഹജ്ജിന് പോകൽ നിർബന്ധമാണ്. കാരണം ലി അന്നഹു വൽ ഹജ്ജു ലാ യുൻളറു ഫിൽ മുസ്തഖ്ബിലാത്ത്, ഹജ്ജിന് പോകുന്ന കേസിൽ ഭാവിയിലേക്ക് നോക്കി നിൽക്കാൻ പറ്റൂല. ഇത്ര കാലം നിന്നെ പോറ്റിയ അള്ളാഹു ഹജ്ജ് കഴിഞ്ഞു വന്നാലും നിന്നെ പോറ്റും. ആ അള്ളാഹുവിലുള്ള വിശ്വാസക്കുറവുകൊണ്ടാണ് ഈ വ്യക്തി പോകാതിരിക്കുന്നത്. വിശ്വാസം ഉണ്ടോ? ഈ കട അതിന്റെ ധനം ഉപയോഗപ്പെടുത്തിയിട്ടാണെങ്കിലും പോകൽ നിർബന്ധമാണ്, പോയിരിക്കും എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാ തുഹ്ഫയിൽ പറയുന്നുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലെ പൊതുവീക്ഷണം എന്താണ്? കാക്ക നിങ്ങൾ ഹജ്ജിന് പോയോ? പോണം, മോക്കടെ കല്യാണം കെട്ട് കഴിയട്ടെ, അവളെ കെട്ടിച്ചു വിട്ടിട്ട് പോകാൻ. മോക്ക് എത്ര വയസ്സായി? അവളിപ്പോ SSLC ആണ്. എത്ര കൊല്ലം കഴിയണം? ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞ കണക്കിന് 3 കൊല്ലം കഴിയണം. ഈ മോളെ കല്യാണത്തിന്റെ പേരും പറഞ്ഞിട്ടാണ് ഈ കാക്ക കാത്തു നിൽക്കുന്നത്. ഇപ്പൊ എല്ലാം റെഡിയാണ്, ഈ പറഞ്ഞ നിബന്ധനയൊക്കെ ഒത്തിട്ടുണ്ട്. പോണ്ടേ? ഒരു ബാധ്യത ഉണ്ട്. എന്താ ബാധ്യത? മോളെ കല്യാണം കഴിക്കണം. അങ്ങനെ മോളെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കല്യാണം കഴിച്ചു. ഇനി പോണ്ടേന്ന് ചോദിച്ചു. അവക്ക് വയറ്റിലുണ്ടായിട്ടുണ്ട്, ഇനി പുള്ളിയും തള്ളി ഒന്ന് 2 ആകട്ടെ എന്നിട്ട് പോകാറുണ്ട്. പ്രസവം കഴിഞ്ഞ് പുള്ളിയും തള്ളിയും 2 ആയപ്പോ പറഞ്ഞു, മോക്കൊരു വീടും കൂടിയാണ് ആകണം, എന്നിട്ട് വേണമെന്ന് ഹജ്ജിന് പോകാന്. അപ്പോക്കിന് ഈ കാക്കാനെ കുഴിയിലേക്ക് എടുക്കൂലേ? എത്ര ആൾ എടുത്തിട്ടുണ്ട്? അങ്ങനെ എടുക്കുമ്പോ എടുത്തുകൊണ്ടാവാൻ പറ്റൊന്നുമില്ല.
ആ സ്വത്തുണ്ടല്ലോ, തെരിക്കത്ത് ഇങ്ങേര് സമ്പാദിച്ചു കൂട്ടിവെച്ച സ്വത്തുണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ മയ്യിത്ത് സംസ്കരണത്തിനും അനുവദിക്കപ്പെട്ട വസിയ്യത്ത് നടപ്പിലാക്കുന്നതിനും ഉപയോഗിച്ചതിന് ശേഷം, വിനിയോഗിച്ചതിന്റെ ശേഷം ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ മക്കളും വേണ്ടപ്പെട്ടവരും അങ്ങനെ പങ്കിട്ടെടുക്കാൻ പറ്റൂല. ബാപ്പാക്ക് ഹജ്ജ് നിർബന്ധമായിരുന്നു, ബാപ്പ മോളെ കാര്യം പറഞ്ഞിട്ട് നീട്ടിവെച്ചു. ഉമ്മാക്ക് ഹജ്ജ് ഫർളായിരുന്നു, ഉമ്മ ഇളയ മോളെ കേസും പറഞ്ഞിട്ട് അവള് വയറ്റിലുണ്ടാകുന്ന കേസും പറഞ്ഞു പോയിട്ടില്ല. അതൊന്നും ഇസ്ലാം അനുവദിച്ച ഒരു ഉദറല്ല, ഹജ്ജ് നിർബന്ധമാകാതിരിക്കാനുള്ളൊരു കാരണമല്ല. ഉമ്മാക്കല്ല ഹജ്ജ് ഫർളാക്കിയിട്ടുണ്ട്, ഉമ്മ പോയിട്ടില്ല. അതുകൊണ്ട് ഉമ്മാന്റെ സ്വത്ത്, ഉപ്പാന്റെ സ്വത്ത് അത് വിഹിതിക്കുന്നതിന്റെ മുമ്പ്, അനന്തരാവകാശികൾക്ക് ഓഹരി വെച്ച് കൊടുക്കുന്നതിന്റെ മുമ്പ് ഹജ്ജിനുള്ള ഫണ്ട് അങ്ങോട്ട് മാറ്റി വെക്കൽ നിർബന്ധ. ഇതില്ലാതെ ഓഹരി വെച്ചാൽ മരിച്ചുപോയ തന്തിയും കുറ്റക്കാരനാകും. ഇത് പങ്കിട്ടെടുത്ത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയ മക്കളും അള്ളാഹിനോട് സമാധാനം പറയേണ്ടി വരും. മാത്രല്ല, ഇനിയിപ്പൊ എങ്ങനെ ഹജ്ജ് ചെയ്താൽ തന്നെ ഇദ്ദേഹം ഈ കുറ്റത്തുനിന്ന് ഒഴിവാകുമോ? ഗഫൂറുർ റഹീമായ അള്ളാഹു പുറത്തു കൊടുത്താൽ ലക്ഷണ്ട് എന്നല്ലെങ്കിൽ അത് ശിക്ഷാർഹമാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാല് തടിയുമായി മാത്രം ബന്ധപ്പെട്ട ഒരു അമലല്ല, ധനവുമായും ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും അത് നിർവഹിക്കാതെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അനന്തര സ്വത്തിൽ നിന്ന് ഹജ്ജിന് വേണ്ട ഫണ്ട് അത് കണ്ടെത്തണം. എവിടെ തെളിവ് മൗലവി? തെളിവുണ്ട്. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇന്ന റജുലൻ ജാഅ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബിയുടെ സവിധത്തിലേക്ക് ഒരു സഹാബി കടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്ന ഉഖ്തി നദറത് അൻ തഹുജ്ജ വ അന്നഹാ മാതത്. യാ റസൂലല്ലാഹ്, എനിക്കൊരു പെങ്ങൾ ഉണ്ടായിരുന്നു, ഒരു സഹോദരി, ഒരു സിസ്റ്റർ. ആ സഹോദരി ഹജ്ജ് ചെയ്യാൻ നേർച്ച നേർന്നു. ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കിയാൽ ഇന്ന് ഫർളായി. ഒരു ഹജ്ജ് ചെയ്തിട്ട് പിന്നൊരു ഹജ്ജിന് നേർച്ചയാക്കിയാൽ ആ ഹജ്ജ് ഫർളായി. എന്റെ സഹോദരി ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കി, വ അന്നഹാ മാതത്ത്, ഹജ്ജ് നിർവഹിക്കും മുമ്പ് എന്റെ പെങ്ങൾ മരിച്ചുപോയി. റസൂലേ, ആ ഹജ്ജ് നേർച്ചയുള്ള നേർച്ചക്കടം ഞങ്ങൾ ആരെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അവൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യേണ്ടതുണ്ടോ? ഇതാണ് സഹാബിയുടെ ചോദ്യം. പുണ്യനബി തങ്ങൾ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു, ലൗകാന അലൈഹാ ദൈനുൻ അകുൻത ഖാലിൻ, നിന്റെ പെങ്ങൾക്ക് അല്ലാത്ത വല്ല സാമ്പത്തിക ബാധ്യതയും കടവുമുണ്ടെങ്കിൽ നീ വീട്ടുമോ? ഹജ്ജ് വിട്. വ്യക്തികൾക്ക് വല്ല സാമ്പത്തിക ബാധ്യതയും പെങ്ങൾ വല്ല കടവും മേടിച്ചത് ആരെങ്കിലും പറഞ്ഞു വന്നാൽ ആ കുൻത ഖാലിൻ, നീ അത് വീട്ടുവോ എന്ന് ചോദിച്ചു. നഅം യാ റസൂലല്ലാഹ്, അവൾക്ക് എത്ര കടണ്ടെങ്കിലും ഈ ആങ്ങളെ വീട്ടും, ഞാൻ വീട്ടുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഫഖ്ലി ദൈനല്ലാഹ് ഫഹുവ അഹഖു ബിൽ ഖളാഇ, എങ്കിൽ അല്ലാഹുവിനോടുള്ള കടം വീട്ടുമോനെ, അതാണ് ഏറ്റവും അധികം വീട്ടാൻ നീ കടമപ്പെട്ടത്, ബാധ്യസ്ഥനായിട്ടുള്ളത് അല്ലാഹുവിനോടുള്ള കടാണ്. ഈ ഹദീസിന്റെ പിൻബലത്തിൽ മഹാന്മാരായ ഇമാമുകൾ പറഞ്ഞു, ഫർളായിട്ട് ചെയ്യാതെ മരിച്ചവര് അവരെ സ്വത്തിൽ നിന്ന് അത് നിർവഹിക്കൽ നിർബന്ധം. ഇതാണ് ഇപ്പൊ ഹജ്ജ്. എത്രത്തോളം മതത്തിൽ, ദീനുൽ ഇസ്ലാമിൽ അതിന് പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇത് മതി. ഇനി എന്താണ് ഹജ്ജ്? എന്താ ഹജ്ജ്? അൽ ഹജ്ജു ലുഗതൻ അൽ ഖസ്ദു. അറബ് ഭാഷയിൽ ഹജ്ജ് എന്ന വാക്കിനർത്ഥം അൽ ഖസ്ദു, കരുതുക, ലക്ഷ്യമാക്കുക എന്നൊക്കെയാണ്. എന്താണ് അറബിയിൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ? എന്താ വാക്കിനർത്ഥം? കരുതുക, ലക്ഷ്യം വെക്കുക എന്നൊക്കെയാണ്. വശറഅൻ, മതത്തിന്റെ സാങ്കേതികാർത്ഥത്തിൽ ഖസ്ദു ബൈത്തില്ലാഹിൽ ഹറാം, അല്ലാഹുവിന്റെ ഹറം പള്ളി കഅബാലയം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുക. നിശ്ചിത അമലുകൾ നിർവഹിക്കാനായി കഅബാലയത്തിങ്കലേക്ക് യാത്ര പോകലാണ് ഇസ്ലാമിന്റെ നിർവചനത്തിൽ, ശരീഅത്തിന്റെ നിർവചനത്തിൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ. വഹഖീഖതൻ, ഹജ്ജിന്റെ പൊരുള്, ഹജ്ജിന്റെ ജീവൻ, ഹജ്ജിന്റെ യാഥാർത്ഥ്യം. ഭാഷയല്ല, സാങ്കേതികമായ ശബ്ദമല്ല. വഹഖീഖതൻ, ഹജ്ജിന്റെ യാഥാർത്ഥ്യം, ഹജ്ജിന്റെ ജീവൻ, ഹജ്ജിന്റെ പൊരുള്, ഹജ്ജിന്റെ അകക്കാമ്പ്. അതെന്താ?
ഖസ്ദുല്ലാഹി അസ്സ വജൽ. ഉടമസ്ഥനായ പ്രപഞ്ചനാഥനായ നമ്മുടെ നാഥനായ അല്ലാഹുവിനെ ലക്ഷ്യം വെക്കലാണ് ഹജ്ജിന്റെ യാഥാർത്ഥ്യം, ഹജ്ജിന്റെ ജീവൻ. അല്ലാഹുവിനെ ലക്ഷ്യം വെക്കുക, അല്ലാഹ് എന്ന ലക്ഷ്യത്തിൽ നിലകൊള്ളുക. അതേ ശരീരം അല്ലാഹുവിന്റെ ഗേഹമായ ഭവനമായ കഅബാലയത്തിങ്കലേക്ക് നീങ്ങുമ്പോൾ മനസ്സ് അതിന്റെ ഉടമസ്ഥനായ നാഥനിലേക്ക് സഞ്ചരിക്കട്ടെ, നീങ്ങട്ടെ. ഈ തടി പരുത്ത കറുകറുത്ത പാറക്കല്ലുകൊണ്ട് കെട്ടിയെടുത്ത ഉയർത്തപ്പെട്ട ആ സമചതുരമായ വിശുദ്ധ ഗേഹമായ കഅബാലയത്തിങ്കലേക്ക് ഈ ഉടൽ സഞ്ചരിക്കുമ്പോൾ, ഈ തടി അങ്ങ് നീങ്ങുമ്പോൾ, ഈ തടിയുടെ ഉടമയായ മനുഷ്യന്റെ മനസ്സും ആത്മാവും ആ കഅബാലയത്തിന്റെ ഉടമസ്ഥനിലേക്ക് സഞ്ചരിക്കട്ടെ. അസ്സൈറു ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള മാനസിക പ്രയാണം. ഇതാണ് ഹജ്ജിന്റെ യാഥാർത്ഥ്യം. ഇതാണ് ഹജ്ജിന്റെ യാഥാർത്ഥ്യം. നമ്മളൊക്കെ അള്ളാന്റെ അടുത്തേക്ക് പോകും ഒരു ദിവസം. എന്നാ പോവാ? മരിക്കണ ദിവസം. മരണം എന്ന് പറഞ്ഞാൽ ദേഹിയും ദേഹവും തമ്മിലുള്ള വേർപാട്. ദേഹിയും ദേഹവും തമ്മിലുള്ള വേർപാട്. ദേഹി എവിടെന്ന് വന്നു അങ്ങോട്ട് പോകും, ദേഹം എവിടെന്ന് വന്നു അങ്ങോട്ട് പോകും. ദേഹം എവിടുന്നാ വന്നത്? മണ്ണെന്ന് വന്നു. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. ദേഹം മണ്ണിൽ നിന്ന് വന്നതാണ്, ആ മണ്ണിലേക്ക് മടക്കും. ഇനി ഒരു ദിനം ആ മണ്ണിൽ നിന്ന് എണീപ്പിക്കും. ദേഹിയായ റൂഹുണ്ടല്ലോ, ആത്മാവ്, അതെവിടെന്നാ വന്നത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ അല്ലാഹുവിൽ നിന്ന് വന്നവരാണ്, ആ അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകും. അപ്പം മരിക്കുന്ന സമയത്ത് നമുക്ക് അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട്. ഈ മരണം എല്ലാവർക്കും ഉള്ളതാണ്. ഈ മരണത്തിന് മുമ്പ് മരണത്തിന്റെ ഒരു ട്രെയിനിങ് പാസ്സായാൽ മരണം എളുപ്പമാണ്, മരണം സിമ്പിളാണ്, മരണം ആശ്വാസമാണ്. ഏതിനും ട്രെയിനിങ് ഉണ്ടെങ്കിലല്ലേ. ഒരു ഡ്രൈവിങ്ങിന് ട്രെയിനിങ് കിട്ടിയിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് നമുക്കതിന് സാഹചര്യം ഒരുക്കിയിട്ട് ലൈസൻസ് കിട്ടുമ്പോഴാണ് സുഖമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുക. എന്തിനാ ട്രെയിനിങ് ഇല്ലാത്തത്? ഒരു തച്ചു പണിക്കാരൻ, ഒരു പടവ് വീട് പണിതുയർത്തുന്ന ഒരു പണിക്കാരൻ, ആശാരിയാകട്ടെ അല്ലെങ്കിൽ പടവുകാരനാകട്ടെ, നല്ല ഒരു തൊഴിലാളിയിൽ നിന്ന് ട്രെയിനിങ് കിട്ടിയാലല്ലേ അത് വൃത്തിയായിട്ടും ഭംഗിയായിട്ടും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിസ്കാരത്തിന് ട്രെയിനിങ് ഇല്ലേ? എന്തിനും ട്രെയിനിങ് ഇല്ലേ? മരണത്തിനൊരു ട്രെയിനിങ് വേണം. മരിക്കുന്നതിന്റെ മുമ്പ് നിങ്ങളൊന്ന് മരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. മൂത്തു ഖബ്ല അൻ തമൂതു, നിങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പൊന്ന് മരിക്കണേ. എന്നുവെച്ചാ സമയം എത്തുന്നതിന്റെ മുമ്പ് അകാല മരണം ആത്മഹത്യയിലൂടെ വരിക്കണം എന്നാണോ? അല്ല. എന്താ ഈ പറഞ്ഞത്? മരിക്കുന്നതിന്റെ മുമ്പ് നിങ്ങളൊന്ന് മരിച്ച് മരണത്തിന്റെ ട്രെയിനിങ് നിങ്ങൾ എടുക്കണം എന്നാണ് പറയുന്നത്. അതെങ്ങനെ? മരണം വേർപാടാണ്. മരണമെന്നത് വേർപാടാണ്. ഭാര്യയോട്, മക്കളോട്, കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളോട്, നാടിനോട്, നാട്ടുകാരോട്, പണത്തോട്, പദവികളോടുള്ള വേർപാടാണ് മരണം. ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ അവകളോടൊക്കെയുള്ള വൈകാരികമായ അറ്റാച്ച്മെന്റ് ഒന്ന് മുറിച്ചിട്ട്, പരിധി വിട്ട മനസ്സിന്റെ കണക്ഷൻ ഒന്ന് വേർപ്പെടുത്തിയിട്ട് ഉടമസ്ഥനായ റബ്ബിലേക്ക് മനസ്സിനെ ഒന്ന് തിരിച്ചു വെക്കലാണിത്. ഭാര്യ, മക്കള്, കുടുംബം, ജീവിതം, കച്ചവടം, തൊഴില്, ഇതൊക്കെ നമുക്ക് വേണം. പക്ഷെ അതിൽ നമ്മുടെ മനസ്സങ്ങ് അള്ളിപ്പിടിച്ച് കിടക്കുകയാണെങ്കിൽ ഒന്ന് വലിച്ചുരിയിട്ട് ഉടമസ്ഥനിലേക്കൊന്ന് തിരിച്ചു വെക്കുക. ഇതാണ് മരണത്തിന്റെ ട്രെയിനിങ്.
ഈ ആളെ മുന്നിൽ മലക്കുൽ മൗത്ത് വന്നിട്ട് പോരടോ ടൈമായി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ അവരോടൊക്കെ സലാം പറഞ്ഞ് കാത്തിരിക്കല്ലേ, എനിക്കൊരു വിഷമൊന്നുമില്ല, പോവാന്ന് പറയും. നേരെ മറിച്ച് കുടുംബത്തിലും ഭൗതിക സാഹചര്യങ്ങളിലും കെട്ടിക്കുടുങ്ങി കിടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാം പിടിച്ചുകിട്ട് വലിക്കും. ആ വലിയ വേദന ഉണ്ടാവും. അപ്പൊ മരണത്തിനൊരു ട്രെയിനിങ് വേണം. ആ ട്രെയിനിങ് ഹജ്ജിലൂടെ നടക്കുകയാണ് പ്രിയപ്പെട്ട ഹാജിമാരെ, ഹജ്ജുമ്മമാരെ. മരിക്കാനുള്ള ഒരു പരിശീലനം. എന്താ ഹജ്ജ്? മരണത്തിനുള്ള ട്രെയിനിങ്, മരിക്കാനുള്ള ഒരു പരിശീലനം ഹജ്ജിലൂടെ നൽകുകയാണ്. നോക്കൂ നിങ്ങൾ, ഹജ്ജ് യാത്രയും ഹജ്ജിന്റെ കർമ്മങ്ങളും മരണവുമായിട്ടും പരലോക ജീവിതവുമായിട്ടും നല്ല സാമ്യമുണ്ട്. ഹജ്ജ് യാത്രയും ഹജ്ജിന്റെ കർമ്മങ്ങളും മരണമായിട്ടും പരലോക ജീവിതവുമായിട്ടും നല്ല സാദൃശ്യമുണ്ട്. ദീന് പറയുന്നു, ഹാജി ഹജ്ജുമ്മ, നീ മീഖാത്തിൽ വെച്ചൊന്ന് മരിക്കണം. ഹജ്ജിന് വേണ്ടി ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്യുന്നതിന്റെ മുമ്പ് നീ ഒന്ന് മരിക്കണം. എങ്ങനെ മരിക്കുക? ഈ ദുന്യാവിനോടൊന്ന് ടാറ്റ പറയണം, സലാം പറയണം. മീഖാത്തിൽ നിന്നുകൊണ്ട് ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യുന്നതിന്റെ മുമ്പ് നീ മരിക്കണം. അഥവാ നീ നിലവിലുള്ള നീ അല്ലാതെയായി മാറണം. നിലവിലുള്ള നീ നിന്റെ കെട്ടിയോള ഭർത്താവാണ്, നിന്റെ മക്കളുടെ പിതാവാണ്, നിന്റെ മാതാപിതാക്കളുടെ മക്കളാണ്, നീ കച്ചവടക്കാരനാണ്, ഉദ്യോഗസ്ഥനാണ്, തൊഴിലാളിയാണ്. ഇതിൽ നിന്നൊക്കെ നീ താൽക്കാലികമായി രാജിയാകണം. പെണ്ണിനെ ഡൈവേഴ്സ് ചെയ്യുന്നും വേണ്ട. നീ മീഖാത്തിൽ നിൽക്കുമ്പോ നീ അവളുടെ ഭർത്താവ് എന്ന അല്ലല്ലോ. അവള് കൂടെ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ചെന്നിട്ട് ആ ഇടപാടൊന്നും പറ്റൂല. അത് നിനക്ക് വീട്ടിൽ നല്ല കാര്യമായിരുന്നു. ദാമ്പത്യ ജീവിതം മുഹിരിമായ പിന്നെ പറ്റൂല. കാരണം നീ അവളെ മാപ്പിളയല്ല, നീ അവളെ കെട്ടിയോനല്ല ഹജ്ജ് തീരുന്നത് വരെ. എന്ന് വെച്ചാൽ മീഖാത്തിൽ വെച്ച് നീ മരിക്കണം. നീ ഭർത്താവല്ലാതാകണം, നീ ബാപ്പയല്ലാതാകണം, നീ ചേട്ടനല്ലാതാകണം, നീ ബിസിനസ്സുകാരനല്ലാതാകണം, നീ സമ്പന്നനല്ലാതാകണം, നീ അധികാരിയല്ലാതാകണം. എന്നിട്ട് നീ മുഹരിമാകണം, അള്ളാഹുവിന് വേണ്ടി ഇഹ്റാം ചെയ്തവനാകണം. ഏതുപോലെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാപ്പയല്ല, പിന്നെ അനിയനല്ല, പിന്നെ കൊച്ചാപ്പയല്ല, പിന്നെ മുഹമ്മദാജിയല്ല, പിന്നെ പള്ളി പ്രസിഡന്റ് അല്ല, പള്ളിയിലെ ഇമാമല്ല, പിന്നെ മയ്യിത്താണ്. മുഹമ്മദാജിനെ എപ്പോഴാ എടുക്കുക എന്ന് ആരെങ്കിലും ചോദിക്കുവോ? ബാപ്പാനെ പള്ളിയിൽ എപ്പോഴാ അടക്കുക എന്ന് ആരെങ്കിലും മക്കൾ ചോദിക്കുവോ? ഉമ്മാനെപ്പോഴാ കൊണ്ടുപോകാൻ ഏതെങ്കിലും മക്കൾ ചോദിക്കുവോ? ചോദിക്കൂല എന്ന് മാത്രമല്ല, ചോദിക്കുകയാണെങ്കിൽ അത് റോങ് ആണ്, അത് തെറ്റാണ്. മയ്യിത്ത് എപ്പോഴാ എടുക്കുക എന്ന ചോദ്യം. ബാപ്പാന്റെ മയ്യിത്ത് എന്ന് ചിലപ്പോ പറഞ്ഞേക്കാം, ഉമ്മച്ചിന്റെ മയ്യിത്ത് എന്ന് പറഞ്ഞേക്കാം, സാധനം അത് മയ്യിത്ത. അറബ് ഭാഷയിൽ അറബ് വാക്കിൽ പറയുമ്പോൾ മയ്യിത്ത് വലിയ സാധന, മുന്തിയ മുതലാൻ തോന്നും. അതിന്റെ പച്ചയായ മലയാളം ചവന്ന. ശവ എപ്പോഴാ എടുക്കുകയാണ്? ശവ എപ്പോഴാ എടുക്കുക എന്നായി ചോദ്യം. അപ്പൊ വാപ്പയല്ലാതെയായി മാറി, ശവായി. ഭാര്യയല്ലാതെയായി മാറി, മകനും മകളും അല്ലാതെയായി മാറി. ആ സ്ഥാനമാനങ്ങൾ എത്ര മന്ത്രിയാണെങ്കിലും അധികാരിയാണെങ്കിലും അതൊന്നും അല്ലാതെയായി മാറി, മയ്യിത്തായി, ശവമായി. ഇതുപോലെ മീഖാത്തിൽ വെച്ച് നീ നിന്റെ എല്ലാ ഭൗതിക സാധ്യതകളും ഭൗതിക പദവികളും സ്ഥാനമാനങ്ങളും നീ നിന്നിൽ നിന്ന്, നിന്റെ മനസ്സിൽ നിന്നൊന്ന് ഇറക്കി വെക്കണം. എന്ന് വെച്ചിട്ട് ഇപ്പം അധികാരി രാജിവെച്ച്, പള്ളി പ്രസിഡന്റ് രാജിവെച്ച്, മൊല്ലാക്ക ആ ഉത്തരവാദിത്തം രാജിവെച്ച് പോണം എന്നല്ല ഇപ്പം ഈ പറയുന്നത്. മനസ്സിൽ നിന്ന് അതൊക്കെ ഒന്ന് മാറ്റിവെച്ച്, ഇത് മനസ്സുകൊണ്ടുള്ള പ്രവർത്തനമാണ്, അതൊക്കെ മാറ്റിവെച്ച് നീ സമ്പൂർണമായി നീ ഒന്ന് മരിക്കാൻ തയ്യാറാകണം. ആ മരണം കഴിഞ്ഞിട്ട് മയ്യിത്ത് കുളിപ്പിക്കലാണ്, നീ സ്വയം ഒന്ന് കുളിക്കണം. ഇഹ്റാമിന്റെ സുന്നത്തായ കുളി. ആ കുളി കഴിഞ്ഞിട്ടോ എന്നിട്ട് നീ പുടവയണിയണം, ഇഹ്റാമിന്റെ വേഷമണിയണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അണിയുന്ന വേഷം മയ്യിത്തിനെ അണിയിക്കുന്ന വേഷം തന്നെ. അന്ത്യയാത്രയിൽ മരിച്ച വ്യക്തികളെ പുതപ്പിക്കുന്ന പുതപ്പ് തന്നെ. അത് 3 കഷ്ണം മുണ്ടാണെങ്കിൽ ഇത് അതേ ശൈലിയിലുള്ള, അതേ ക്വാളിറ്റിയിലുള്ള 2 പീസ് തുണി.
അതന്നെ, നീ കുളിച്ചിട്ട് ഈ 2 കഷ്ണം മുണ്ടേ നിനക്ക് പാടുള്ളൂ. ഇമാമിങ്ങൾ പറഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിയ്യത്ത് വെച്ച് കുളി കഴിഞ്ഞിട്ട് ഈ ഡ്രസ് അണിയുമ്പോ, ഡ്രസ് കാണുമ്പോൾ നീ എന്താ ചിന്തിക്കേണ്ടത്? കഫന, മയ്യിത്തിനെ പൊതിയുന്ന കഫൻ തുണി നിനക്ക് ഓർമ്മ വരണം. എന്തുകൊണ്ട്? ഇത് ലൈസ ഫീ സൗബിൽ ഇഹ്റാമി മുഹീതുൻ കമാ ഫിൽ കഫനി. സ്റ്റിച്ചില്ല. ഏതില്? കഫനിലുള്ള സ്റ്റിച്ച്. ഇഹ്റാമിന്റെ തുണിയിൽ സ്റ്റിച്ച് ഉണ്ടാകാൻ പാടില്ല, തുന്നിക്കൂട്ടൽ ഉണ്ടാകാൻ പാടില്ല. കഫനിലും അതില്ല. ഇത് തമ്മിൽ സാദൃശ്യമുണ്ട്. ഒരു ദിവസം ഇതുപോലത്തെ പുതപ്പ് പുതച്ചുകൊണ്ട് എന്റെ ഉറ്റവരും ഉടയവരും എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകും, അവിടെ നിന്ന് നേരെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകും. ഈ ഒരു ഓർമ്മ നിനക്ക് വേണം. ഇക്കണക്കിന് പഠിച്ചവനെ പൈസ കെട്ടിപ്പോയല്ലോ, ഇത് റിവേഴ്സ് അടിക്കാൻ വല്ല വകുപ്പുണ്ട്? ഡേഞ്ചറാണോ? ഈ മരണം എന്ന് കേൾക്കുമ്പോ തന്നെ വലിയ സുഖമില്ലല്ലോ. ഇപ്പൊ വീട്ടിലിരുന്ന് കെട്ടിയോളും മാപ്പിളയും ഫാമിലിയിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോ വീട്ടിലെ ഭർത്താവ് മരണത്തിനെ കുറിച്ച് പറയുമ്പോ പുള്ളിക്കാരത്തി പറയും, ഒന്നും മിണ്ടാണ്ടിരിക്കും മനുഷ്യ, എന്തോരം കഥ വേറെ പറയാണ്ട്. കാരണം കേൾക്കാൻ ഇഷ്ടമല്ല. നീ പുള്ളിക്കാരത്തി ഒരു മരണത്തിന്റെ കഥയൊക്കെ പറഞ്ഞ ഇയാൾ ഭക്ഷണം കഴിക്കാം, ഇത് മിണ്ടാണ്ടിരി, വേറെ എന്തോരം കഥ പറയാണ്ട്, താല്പര്യമില്ല. ഇത് മൊയ്ലിയരിപ്പത് അവസാനത്തെ കൊണ്ടുപോകണ കഥയപ്പ ഈ പറയുന്നത്. ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് പൈസ കെട്ടും ചെയ്തു, ഇനി റിവേഴ്സ് അടിക്കാൻ മാർഗമില്ലല്ലോ എന്ന ബേജാറ്. നിങ്ങൾ ബേജാറായിട്ടും കാര്യമില്ല, ആകാതിരുന്നിട്ടും കാര്യമില്ല. മരണം ഉറപ്പാ, അതിൽ നിന്ന് രക്ഷ കിട്ടൂലല്ലോ. അപ്പൊ അതിന് വേണ്ട ഒരു ട്രെയിനിങ് ഇതിലൂടെ കിട്ടിക്കോട്ടെ. മീഖാത്തിൽ വെച്ച് മരണത്തിന്റെ ട്രെയിനിങ് എടുത്ത് പരിശീലനം സിദ്ധിച്ച്, ദേഹിയും ദേഹവും വേർപ്പെട്ടിട്ടില്ലെങ്കിലും ദേഹിയും ദേഹവും ഉൾക്കൊള്ളുന്ന ഈ വ്യക്തി, ഈ സത്യവിശ്വാസി, ദുനിയാവിനോട് താൽക്കാലികമായി മാനസികമായി യാത്ര പറഞ്ഞ് സലാം പറഞ്ഞ് അവകളിൽ നിന്ന് മനസ്സിനെ വലിച്ചെടുത്ത് ഉടമസ്ഥനായ റബ്ബിലേക്കൊന്ന് തിരിച്ചു വെക്കുന്ന മരണം. എന്നിട്ടൊന്ന് കുളിച്ചിട്ട് കഫൻ തുണിയിൽ അവൻ തന്നെ 2 കഷ്ണം തുണിയെടുത്ത് അണിഞ്ഞൊരുങ്ങിയിട്ട് പിന്നെ യാത്രയാണ്. യാത്രയ്ക്ക് വേണ്ട വാഹനമാണ് വിമാനം. ഈ വിമാനം കാണുമ്പോ എന്താ ഓർക്കേണ്ടത്? ഇസ്ലാം പറഞ്ഞു, വിമാനം കാണുമ്പോ പരലോകത്തേക്ക് നീ യാത്ര പോകുന്ന ഒരു വാഹനമുണ്ട് മോനെ മോളെ. ഏതാണ് ആ വാഹനം? നിങ്ങളൊക്കെ സന്തൂക്കെന്നും മലബാറിൽ മയ്യിത്ത് കട്ടിലെന്നും പറയുന്ന ആ കുന്തം. അത് നിനക്ക് ഓർമ്മ വരണം. അതിപ്പോ ഇന്നത്തെ പ്ലെയിനും ഈ സന്തോക്കും തമ്മിൽ നല്ല രൂപസാദൃശ്യമുണ്ട്. 2 ഓരോ കൂടാൻ. 2 ഓടുന്നത് എയറിലൂടെയാണ്, വായുവിലൂടെ ഓടുന്നത്. ഒന്ന് യന്ത്രത്തിന്റെ സപ്പോർട്ടോടെ, മറ്റേത് മനുഷ്യന്റെ ചുമലിന്റെ സപ്പോർട്ടോടെ. അല്ലേ? 2 തമ്മിലുള്ള സാദൃശ്യം നോക്കൂ നിങ്ങൾ. ഖബറിലേക്ക് നീ പോകുന്ന പോക്ക്, ഈ ഹജ്ജിന് വേണ്ടി യാത്ര പോകാൻ തയ്യാറാക്കപ്പെട്ട, അതിനുവേണ്ടി നിനക്ക് മുന്നിൽ ഒരുക്കപ്പെട്ട വിമാനം കാണുമ്പോൾ ആ മയ്യിത്ത് കട്ടിലാണ് നീ ഓർക്കേണ്ടത്. ഇങ്ങനെ ഓരോ സംഭവവും പരലോകമായിട്ട് ബന്ധമുണ്ട്. അറഫ വെളുത്തവനും കറുത്തവനും നീണ്ടവനും കുറിയവനും വിവിധ ഭാഷ സംസാരിക്കുന്ന വിവിധ ദേശക്കാരായ വിവിധ സംസ്കാരങ്ങൾ ഉൾക്കൊണ്ട ജനങ്ങൾ ഒരേ ഒരു മൈതാനിയിൽ ഒരേ ഒരു മുദ്രാവാക്യമായി ഒരേ ഒരു അപേക്ഷയായുമായി സമ്മേളിക്കുന്ന സമ്മേളനമാണ് അറഫ. ഇത് മഹ്ശറയുടെ ഒരു ഫോട്ടോ സ്റ്റാറ്റാണ്. ഇത് മഹ്ശറയുടെ ഒരു ചെറിയ സാമ്പിളാണ്. യൗമ യദ്ഉ ആദമു വ അംബിയാ നഫ്സി 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 നഫ്സിയാ യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തിയാ ഉമ്മത്തിയാ ഖൗമിയാ. എല്ലാ ജനങ്ങളും നഫ്സി നഫ്സി, എന്റെ സ്വന്തമേ എന്റെ സ്വന്തമേ എന്ന് പറഞ്ഞ് വിലപിക്കുമ്പോ വേറൊരു ചിന്തയില്ലാത്ത മഹ്ശറ.
ഇവിടെ ഓരോരുത്തരും അവനവന്റെ പ്രയാസം തമ്പുരാനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, അള്ളാനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു വിവേചനമില്ല, വേർതിരിവില്ല. മഹ്ശറക്ക് തുല്യമാണ് അറഫ. ഇങ്ങനെ ഇമാമിങ്ങള് ഹജ്ജിന്റെ ഓരോ കർമ്മവും മരണവും പരലോകവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞതായിട്ട് കാണാം. ഇങ്ങനെ നമ്മളൊന്ന് മരിച്ച് ജീവിക്കണം കൂട്ടരെ ഈ ഹജ്ജിന് പോയി വരുമ്പോഴേക്ക്. എങ്കിലാണ് ഈ മബ്റൂറായ ഹജ്ജ് കിട്ടുക. ദ്വാരക്കണം ഉസ്താദെ, മഖ്ബൂലും മബ്റൂറായ ഹജ്ജ് കിട്ടാൻ ദ്വാരക്കണം. ഉസ്താദ് ദ്വാരത്തോളം കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഉസ്താദിന്റെ ദ്വാര കൊണ്ട് മാത്രം മബ്റൂറായ ഹജ്ജ് കിട്ടൂല കൂട്ടരെ. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് മരിക്കല് പോയിട്ട് ഈ കിബിറിനെ വളർത്തിയിട്ട് കച്ചവടം മൈൻഡ് ഒന്നുകൂടെ കൂട്ടിയിട്ട് തവാഫ് ചെയ്യുമ്പോ അപ്പൊ എന്താ ഈ പുള്ള എന്തായി ഇന്ന് സ്കൂളിൽ പോയിട്ട് നേരത്തിന് എത്തിയിട്ടില്ലേ, എന്താ അങ്ങനെ നേരം വൈകാന്? തവാഫ് അങ്ങനെ നടക്കുന്നുണ്ടാവും. മരിച്ചില്ലാന്ന് മാത്രല്ല, ഒന്നുകൂടെ ദുന്യാവുമായിട്ടൊന്നുകൊണ്ട് ഓവറായിട്ട് ഒട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് എന്തൊക്കെ പരാതിയും പരിഭവമാണ്. ഹറമിന്റെ അടുത്ത് റൂം കിട്ടിയില്ല, നേരത്തിന് കേരളീയ ഫുഡ് കിട്ടിയില്ല, ഹജ്ജിന് പോയിട്ട് മിനയിൽ വെച്ചിട്ട് ടൂർ ഓപ്പറേറ്റർമാരായ ഹജ്ജ് സർവീസിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ പൊതിരെ തല്ലുന്നത് കണ്ടൊരു ഹാജി എന്നോട് പറഞ്ഞിട്ടുണ്ട്. മിനയിൽ വെച്ചിട്ടേ എന്ത് ഈ കൊണ്ടുവന്ന ടീമിലെ മുദീറിനെ പിടിച്ചിട്ട് മിനയിൽ വെച്ച് നല്ല അടി കൊടുക്കുന്നുണ്ട്. എന്താ പ്രശ്നം? ബാപ്പ ജിദ്ദയിലുള്ള മക്കളോട് ഫോൺ ചെയ്തു, ലക്ഷങ്ങൾ മേടിച്ചിട്ട് ഇവർ പട്ടിണിക്ക് ഇടുകയാണ്, നേരത്തിന് തിന്നാൻ തരുന്നില്ല, മക്കളോട് വന്ന് വണ്ടിയിൽ. നല്ല അടി. എന്തിനാ അടി? ബാപ്പാക്ക് സുഖമുള്ള ഫുഡ്, ഇഷ്ടമുള്ള റാഹത്തുള്ള ഫുഡ് കൊടുക്കാത്തതിനാ അടി. അല്ലെങ്കിൽ ഇവിടുന്ന് നല്ല അടിയും ചക്കരയൊക്കെ ആയിട്ട് മൂവാറ്റുവെന്ന് ഒരു ഗ്രൂപ്പിൽ ഒരു കവറിലൊക്കെ ഇട്ട് അപേക്ഷിച്ചത് കൊണ്ട് ഒന്നായിട്ട് പോവാണ്. ഭയങ്കര മുഹബത്തിലാണ്. അവിടെ ചെന്നിട്ട് അങ്ങോട്ട് തെറ്റി. ഹജ്ജ് കഴിഞ്ഞിട്ട് മുണ്ടിയിട്ടില്ല ഇതുവരെ. അങ്ങനെ 4 കൊല്ലം കഴിഞ്ഞ ആളെ എനിക്കറിയാം. ഇത് ഹജ്ജിന് പോകുമ്പോ അടിയും ചക്കരയും നല്ല മുഹബത്തിലായിരുന്നു. രണ്ടാളും പോയി. എന്തേ പ്രശ്നം? ഒരു ഉംറ കഴിഞ്ഞല്ലോ, നമുക്ക് ഒരെണ്ണം കൂടി ചെയ്യാറുണ്ട്. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, റസൂലുള്ള ഒരു യാത്രയിൽ ഒരു ഉംറയെ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഇല്ലാറ്. അങ്ങനെ നീ അങ്ങനെ പറഞ്ഞാലും ഒക്കെ നമ്മൾ 2 കൂട്ടർ ഒരു വഴിക്ക് പോന്നിട്ട് നീ അങ്ങനെ ഒറ്റക്കൊരു തീരുമാനം, ആ ഇടപാട് ശരിയാവൂലാറ്. അല്ല സുഹൃത്തെ, നിങ്ങൾ പോയിക്കോ, തൻഈമിൽ മസ്ജിദ് ആയിഷ ഒരു 2 റിയാൽ എടുത്താലും ഇവിടെ ടാക്സിക്കാർ കൊണ്ടുപോകും, തൊട്ടടുത്ത. അവിടെ പോയിട്ട് ഇഹ്റാം ചെയ്തിട്ട് നിങ്ങൾ ചെയ്തോളൂ, ഞാനില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, മിണ്ടാട്ടം മുട്ടി. തിരിച്ചു വരുന്നവരെ ആ പരിശുദ്ധ മണ്ണിൽ വെച്ച് മിണ്ടിയില്ല. പിന്നെ തിരിച്ചു വന്നിട്ട് മിണ്ടിയില്ല. ഒരാളെ മോളെ കല്യാണം ഉണ്ടായിട്ട് കൂടെ ഹജ്ജിന് വന്ന ഈ ചങ്ങാനോട് പറഞ്ഞതുമില്ല. ഇവനെ ഇവിടെ എഴുത പേരിനൊരു വാലായിട്ട് കിട്ടി എഴുത. ആജിയൊരു കാക്ക ഹജ്ജുമ്മ അല്ലെ ജീവൻ പോകുമ്പോ അനൗൺസ് ചെയ്യാ, പോക്കരാജി അന്തരിച്ചിട്ടുണ്ട്, ഇത്ര മണിക്ക് എടുക്കും. അല്ല, അതുണ്ടാവും, പേരിന്റെ കൂടെ ഒരു വാലുണ്ടാവും എന്നല്ലാതെ വേസ്റ്റ് എന്ന് പറഞ്ഞാലും പോരാ. ഇപ്പോൾ 2-3 ലക്ഷം റുപ്യ മുടക്കിയിട്ടായി ഇടപാടിന് പോണത്. ഇത് അള്ളാഹ് കബൂലാക്കിയില്ല എന്നുണ്ടെങ്കിൽ പൊന്നാര സുഹൃത്തുക്കൾ, ആ 3 ലക്ഷം വേസ്റ്റായി. ആ 3 ലക്ഷം കൊണ്ട് വീടിന്റെ പരിസരം ടൈലിട്ട് അത് കാണാണ്ടാവും, ഇത് കാണാനും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അല്ലെങ്കിൽ പിള്ളേരെയും കൂട്ടിയിട്ട് നല്ല ചിക്കൻ കടായി, കടം പ്ലസ് ആയി കടായി, അല്ലെങ്കിൽ വല്ല ബ്രോസ്റ്റ്, അൽബൈക്കിന്റെ ബ്രോസ്റ്റ്, അതൊക്കെ സൗദി കിട്ടണം, ഇവിടെ തന്നെ കിട്ടും. ഇതൊക്കെ അങ്ങോട്ട് മേടിച്ചിട്ട് കഴിച്ചാലേ വയറിലും കാണാം മസിലും കാണാം, അതവിടെ ഉണ്ടാവും. നേരെ മറിച്ച് ഈ വക ഹജ്ജിന് പോക്ക് പോയി കഴിഞ്ഞാല് ഖസിറ ദുനിയ വൽ ആഖിറ ഒക്കെ വേസ്റ്റ് ആവും. മബ്റൂറായ ഹജ്ജിന് സ്വർഗല്ലാത്ത കൂലില്ല എന്ന് തങ്ങൾ പറഞ്ഞപ്പോ സ്വഹാബത്ത് പയ്യെ ചെന്ന് ചോദിച്ചു, മാ ബിറുൽ ഹജ്ജ് യാ റസൂലല്ലാഹ്, ഹജ്ജ് എങ്ങനെ മബ്റൂറാകുക തങ്ങളെ? ഇപ്പൊ എന്തൊക്കെ മറുപടി പറയുകയാണെങ്കിൽ ഇന്നത്തെ സ്റ്റൈലിൽ എങ്ങനെയാണ്? ഹജ്ജ് മബ്റൂറായതിന്റെ ലക്ഷണം, ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ കാക്കാന്റെ തലയിൽ ഒരു തൊപ്പി ഉണ്ടാവും. പിന്നെ കാക്ക കാണുന്നവരൊക്കെ കെട്ടിപ്പിടിക്കും, എന്തോ കീഴടക്കി വന്ന മാതിരി ഹജ്ജിന് കഴിഞ്ഞ് വന്നിട്ടേ റങ്ക് കൂടിയിട്ട്. ഇതൊന്നും അല്ല കൂട്ടരെ, അതൊക്കെ പൊട്ടന്മാരെ ശൈലിയ. എന്താ മാ ബിറുൽ ഹജ്ജി, ഹജ്ജ് മബ്റൂറാകൽ എങ്ങനെ റസൂലേ എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ത്വീബുൽ കലാം വ ഇത്ആമുത് തആം. ഒരാള് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അത് മബ്റൂറായിട്ടുണ്ടോ ഇല്ലേന്ന് അറിയാനുള്ള മാനദണ്ഡം, അളവുകോല് ത്വീബുൽ കലാം. ശിഷ്ടകാല ജീവിതത്തിൽ ആ മനുഷ്യൻ നല്ലതേ പറയൂ, നല്ല വാക്കേ പറയൂ. ഒരാളെ കുത്തി നോവിക്കുന്ന, ഒരാളുടെ അഭിമാനം തകർക്കുന്ന,
ഒരാളെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും ഉരിയാടില്ല. മനോഹരമായ മധുരമുള്ള വാക്കുകൾ, ത്വയ്ബുൽ കലാം. പാവപ്പെട്ടവർക്ക് അന്നം കൊടുക്കും. ആചാര്യ ഹജ്ജ് കഴിഞ്ഞ് വന്നു, തൊട്ടടുത്തൊരു പാവ ഹോസ്പിറ്റലിലാണ്, തിന്നാനും ഇല്ല മരുന്ന് മേടിക്കാനും എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. അയാളെ ഹജ്ജ് മബ്റൂർ അല്ല ആചാര്യ, ആവൂല. തിരിച്ചുകൊണ്ട് വന്നിട്ടുള്ള ജീവിതത്തിൽ വന്ന പരിവർത്തനം, നല്ല വാക്ക്, ഉദാര സമീപനം, ഇതാരിലുണ്ടോ അവരുടെ ഹജ്ജ് സ്വീകാര്യമാകും. ഇല്ലെങ്കിൽ പിശുക്കും അതുപോലെ ദുഷിച്ച വാക്കുകളും പറഞ്ഞു പോവാണെങ്കിൽ ആ ഹജ്ജ് മബ്റൂറാവൂല. ബാധ്യതൊക്കെ തീർത്തിട്ട് ഇപ്പൊ മീഖാത്തുനിന്ന് മരിക്കൊന്നും വേണ്ട, ഈ ബാധ്യതയൊക്കെ തീർത്തൊന്ന് പോകാൻ പാടില്ലേ? ഒന്നാമത്തെ നിബന്ധനയാണത്. എന്താ ഒന്നാമത്തെ നിബന്ധന? അള്ളാഹുവിനോടുള്ള ബാധ്യതയും പടപ്പുകളോടുള്ള ബാധ്യതയും തീർത്തു പോവാൻ. ഇത് തീർക്കാതെ നേരെ ചെന്ന് ഇഹ്റാം ചെയ്ത് തൽബിയത്ത് മുഴക്കുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. അല്ലാഹുവേ, ഈ പാവപ്പെട്ട അടിമ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഇതാ വരുന്നു എന്ന് പറയുമ്പോ അല്ലാഹുവിൽ നിന്ന് റീപ്ലേ വരും, മറുപടി വരും, ലാ ലബ്ബൈക വലാ സഅദൈക ഹത്താ തറുദ്ദ മാ ഫീ യദൈക. വേണ്ടടാ, നിന്റെ ഉത്തരം വേണ്ടടാ, നിന്നെ ഞാൻ അതിഥിയായി സ്വീകരിക്കില്ലടാ. നമ്മളെ ഉപദ്രവിച്ചവൻ വിരുന്ന പോയി പണിയൊക്കാൻ പറയില്ലേ, കയറ്റിക്കെടുത്തുവോ? നമുക്ക് താല്പര്യമില്ല നമ്മളെ ഉപദ്രവിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ കഴിയുന്ന ഒരാളെ നമ്മൾ അതിഥിയായി ഗസ്റ്റായി സ്വീകരിക്കുവോ? ലാ, വേണ്ട, നിന്റെ ഉത്തരം വേണ്ട. ലാ ലബ്ബൈക വലാ സഅദൈക, നിനക്കിവിടെ രക്ഷയുമില്ല. എന്നോട് പിണങ്ങി വരുന്നവനെ നിനക്കിവിടെ രക്ഷയില്ല. ഹത്താ തറുദ്ദ മാ ഫീ യദൈക, നീ വെട്ടിപ്പിടിച്ചതുണ്ട്, കട്ടുപിടിച്ചതുണ്ട്, വാക്ക് വ്യത്യാസം വരുത്തി കയ്യിൽ വെച്ചതുണ്ട്, നീ ചതിച്ചുണ്ടാക്കിയതുണ്ട്, നീ മറച്ചുണ്ടാക്കിയതുണ്ട്, നീ ഒളിച്ചുണ്ടാക്കിയതുണ്ട്. അത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്റെ ലബ്ബൈക വേണ്ടടാ, ലാ ലബ്ബൈക, നിന്റെ ഉത്തരം ആവശ്യമില്ലടാ. അത്തഖ്സിദു ബൈത മലിക്കിൽ മുലൂക്, രാജാതിരാജന്റെ ഭവനം ലക്ഷ്യമാക്കി നീ വരികയാണോടാ. വഅൻത മുളീഉൻ അംറഹു ഫീ മൻസിലിക ഹാദാ, നീ നിന്റെ സ്വന്തം നാട് മൂവാറ്റുപുഴയിൽ നിന്റെ സ്വന്തം വീട്ടിൽ വെച്ച് ആ ഉടമസ്ഥനെ വെറുപ്പിച്ച് ധിക്കരിച്ച് അവനോട് എതിര് പ്രവർത്തിച്ചുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് വരികയാണോടാ. നിന്റെ തൽബിയത്ത് വേണ്ട, നിനക്ക് രക്ഷയില്ല, നിനക്ക് കൂലിയില്ല എന്ന് അല്ലാഹു മറുപടി പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം കൂട്ടത്തിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഡേഞ്ചറാണ്. ഹജ്ജിന് ജഡവും ആത്മാവുണ്ട്. ഹജ്ജ് എന്താണെന്ന് പറഞ്ഞു, ഇസ്ലാമിൽ ഹജ്ജിനുള്ള സ്ഥാനം പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു പോണ സമയം കുറവാണ്. ഹജ്ജിന് ജഡവുണ്ട് ആത്മാവുണ്ട്. എന്താ ഹജ്ജിന്റെ ജഡം? ഹജ്ജിനൊരു ശരീരമുണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ഹാർഡ്വെയർ ഉണ്ട്. ഹജ്ജിന് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഒരു ഉള്ളുണ്ട്, ഒരു പുറമുണ്ട്. എന്താ ഹജ്ജിന്റെ പുറം? ഹജ്ജിന്റെ ജഡം എന്താ? ഹജ്ജിന്റെ കർമ്മങ്ങളാണ്. അത് വളരെ സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഹജ്ജിൽ ചൊല്ലൽ നിർബന്ധമുള്ള ഒരു വാക്കില്ല. നിസ്കാരത്തിലില്ലേ? ഫാത്തിഹ ഓതണമെന്ന് മാത്രമല്ല, അതിന്റെ ഉച്ചാരണ ശുദ്ധിയോടെ നിയമങ്ങളോടെ ഓതിയില്ലെങ്കിൽ നിസ്കാരമില്ല. ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ, ആ ആൾക്ക് നിസ്കാരമില്ല. വലല്ലാലീൻ, ആ ആളുടെ നിസ്കാരം സ്വഹീഹല്ല, സ്വീകാര്യമല്ല. എന്തേ? ലാ ആണ് മൊഴിഞ്ഞത്, ലാദല്ല. അതാ പ്രശ്നം. കേൾക്കാൻ രണ്ടും ഏറെക്കുറെ ഒരുപോലെയാണ്. ഇത്ര കോംപ്ലിക്കേറ്റഡ് ആണ് നിസ്കാരം. ഫാത്തിഹ ഓതണം, അത്തഹിയ്യാത്ത് ഓതണം, ഒരുപാട് പഠിക്കാണ്ട്, കുറെ പഠിക്കാണ്ട് നിസ്കാരത്തിൽ. എന്നാൽ ഹജ്ജിൽ ചൊല്ലൽ നിർബന്ധമുള്ള ഒരു വാക്കും ഇല്ലേ? ഇല്ല. വളരെ എളുപ്പമാണ്.
ഇപ്പം ഈ ഹജ്ജ് ക്ലാസ്സിനൊക്കെ പാടെ പോയിട്ട് കിട്ട് കൺഫ്യൂഷനായിട്ട് പടച്ചമ്പുരാനെ എന്താ ചെയ്യുക. ഒരു ക്ലാസ്സിൽ ഒരു ഉസ്താദ് പറഞ്ഞു, ഹജ്ജിന് ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, യാത്രക്ക് ഇറങ്ങുമ്പോൾ ഇടത് കാല് വെച്ചിട്ടാണ് ഇറങ്ങേണ്ടത്. വീട്ടിൽ നിന്നേ യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു അദാബാണ് യാത്ര. അപ്പൊ യാത്രക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാല് വെച്ചിട്ടാണ് ഇറങ്ങേണ്ടത്. അതുകൊണ്ട് ഹജ്ജിനുള്ള പോക്ക് യാത്ര എന്ന ബേസിൽ ഇടത് കാല് വെച്ച് ഇറങ്ങിക്കോർന്നു ഒരു മൊയ്ലിയര്. വേറൊരു ഉസ്താദിന്റെ ക്ലാസ്സിൽ പോയപ്പോൾ അവിടെ ഉസ്താദ് എന്താ പറഞ്ഞത്, ഹജ്ജിനല്ലേ പോണത്, അവിടെ വലത് കാല് വെച്ചോർന്നു. ആചാര്യ ഇറങ്ങാൻ നേരത്തെ ആലോചിച്ചു, പടച്ചമ്പുരാനെ എന്താ ഇപ്പൊ ചെയ്യാ, ഇടത് വേണോ വലത് വേണോ, രണ്ടും കിടക്കട്ടെ, ഒറ്റ തുള്ളല. ഇങ്ങനത്തെ ഗതികേടൊക്കെ വരികയാണ് ഈ ക്ലാസ്സിൽ ഓവറായിട്ട് അറ്റൻഡ് ചെയ്തിട്ട്. ക്ലാസ്സിൽ ഇങ്ങോട്ട് പങ്കെടുത്തിട്ട് ഞാൻ നിങ്ങൾക്കൊക്കെ ആശ്വാസവും ധൈര്യവും ഉണ്ടാക്കുന്ന ഒരു ഹദീസ് പറഞ്ഞു തരട്ടെ. ഹജ്ജിന് പോകുന്ന ആളുകൾ കേട്ടോ, ചെവി കൂർപ്പിച്ച് കേട്ടോ. ഈ ഹദീസ് ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ഹജ്ജ് ക്ലാസ്സൊക്കെ നമ്മുടെ നാട്ടിൽ ഇത്ര കൂടിയത് എന്ന് മുതലാ? സ്വകാര്യ ഗ്രൂപ്പുകൾ എണ്ണം കൂടി തുടങ്ങിയ അന്നാണ്. എനിക്കത് പറയുന്നതിനൊരു മടിയൊന്നുമില്ല. എൻ്റെ ചെറുപ്പത്തിലൊന്നും ഇത്ര അധികം ഹജ്ജ് ക്ലാസ്സില്ലായിരുന്നു. ഹജ്ജിന് പോകാൻ കരുതിയ വീരാൻകുട്ടിയാക്ക ഉസ്താദിന്റെ റൂമിൽ ഒന്നും ഇങ്ങോട്ട് വരും, മഗ്‌രിബ് നിസ്കരിച്ച് ഈശ വരെ. ഇപ്പൊ മനസ്സിലായോ? കുറച്ചും കൂടി മനസ്സിലാണ്ട് നാളെയും കൂടി വരാറിയും. പിറ്റേ ദിവസം മഗ്‌രിബ് തൊട്ട് ഈശ വരെ വീരാൻകുട്ടിയാക്ക ഉസ്താദിന്റെ റൂമിൽ മതി, ബസ് കഴിഞ്ഞു, ഹജ്ജ് പഠനം കഴിഞ്ഞു. ഇന്നിപ്പോൾ എല്ലാ ഗവൺമെൻറ് വകുപ്പിൽ ടെക്നിക്കൽ ക്ലാസ്, സാങ്കേതിക ക്ലാസ്, പിന്നെ അതിൻ്റെ നിയമ ക്ലാസ്, പിന്നെ അതിൻ്റെ ആത്മാവിൻ്റെ ക്ലാസ്, മണ്ണാങ്കട്ട എന്തോരം ക്ലാസ്സാ ഇതിട്ട് കൂടി. ഞാൻ നിങ്ങൾക്കൊരു ഒറ്റ ഹദീസ് പറഞ്ഞുതരാം. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിന് പോകും മുമ്പ് സ്വഹാബത്തിന് ഒരു സ്റ്റഡി ക്ലാസ് പോലും കൊടുത്തില്ല. ഇവിടെ ശ്രദ്ധിക്കുക, നബിയേക്കാൾ വലിയ ആൾക്കാരുള്ളപ്പോൾ നമ്മളൊക്കെ, അതുകൊണ്ടല്ലേ 4 ഹജ്ജിനൊക്കെ പോകുന്നത്. നബി ജീവിതത്തിൽ ഒന്നാ ചെയ്തത്. അല്ലേ? പോണല് പൊക്കോ, രണ്ടാമത് പോണല്ലേ നിരുത്സാഹപ്പെടുത്തല്, സുന്നത്ത് തന്നെയാണ്, പുണ്യകർമ്മ തന്നെയാണ്. തൊട്ടടുത്ത് പച്ച പാവങ്ങളുണ്ടെങ്കിൽ അവരെ തിരിഞ്ഞു വെക്കാതെ പോകാൻ നിൽക്കണ്ട, അവരൊന്ന് പൊരുത്തപ്പിടിച്ച് പോയിക്കോ. പൊരുത്തപ്പിടിക്കാൻ പൊരുത്തം വേണട്ടോ എന്ന് വാക്കാൽ പോരാ, അവരൊന്ന് സാമ്പത്തികമായിട്ട് സഹായിച്ചൊക്കെ പോയിക്കോ, എന്നാലേ നിന്റെ 2 ഹജ്ജ് കബൂലാവുള്ളൂ. ഒരു തർക്കമില്ല ഇതില്. നബി തങ്ങള് ഹജ്ജിന് ഇറങ്ങി പുറപ്പെടുന്നതിന്റെ മുമ്പ് സ്വഹാബാക്കൾക്ക് ഒരൊറ്റ സ്റ്റഡി ക്ലാസും കൊടുത്തില്ല. എന്താ പറഞ്ഞത്? ഖുദൂ അന്നി മനാസിക്കക്കും, മക്കളെ ഞാൻ ചെയ്യുന്നത് കണ്ടട് ചെയ്തോളൂ, വേറൊന്നും ആലോചിക്കണ്ട. ഞാൻ എന്താണോ ചെയ്യുന്നത് എന്നിൽ നിന്ന് നിങ്ങൾ ഹജ്ജ് കണ്ടു ചെയ്തോളൂ, വേറൊന്നും ആലോചിക്കണ്ട. ഇത് രസതൊന്നുമല്ല. ഒരു 50 ആളാണെങ്കിൽ ഒരു വ്യക്തിയെ ഫോളോ ചെയ്യാൻ എളുപ്പമാണ്. ഒരു 500 ആളാണെങ്കിൽ ഒന്ന് തിരക്കിയിട്ടൊക്കെ കണ്ടിട്ട് ഒപ്പം ചെയ്യാൻ പറ്റും. ഇത് എത്ര? 1,00,000-ൽ പരം ആളുകളാണ് ഹജ്ജത്തുൽ വദാഇന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊപ്പം ഹജ്ജ് ചെയ്യാനെത്തിയത്. 1,00,000-ൽ പരം സ്വഹാബത്ത്. എങ്ങനെ കാണുക? ഇന്നത്തെ വീഡിയോ സിസ്റ്റം ഇല്ല, ഓഡിയോ സിസ്റ്റം ഇല്ല, മൈക്ക് സംവിധാനമില്ല. അന്നത്തെ കാലത്ത് 1,00,000-ന് മീതെ വരുന്ന സ്വഹാബത്ത് നബി എന്താ പറഞ്ഞത്? ഒരു ക്ലാസ് എടുത്തു കൊടുക്കാതെ പറഞ്ഞു, ഖുദൂ അന്നി മനാസിക്കക്കും, നിങ്ങൾ നിങ്ങളെ ഹജ്ജ് എന്നിൽ നിന്ന് കണ്ടു ചെയ്തോളൂ, വേറെ ഇടവും വലവും ആലോചിക്കണ്ട. എന്നിട്ട് നബിയാണ് ഹജ്ജ് ചെയ്തു. തൊട്ടുരുമ്മി തൊട്ടു ചാരത്ത് ആ പരിസരത്ത് നിൽക്കുന്നവർക്ക് മാത്രം നബി തങ്ങളെ കണ്ട് ചെയ്യാൻ പറ്റി. അവരെ കണ്ട് പലരും ചെയ്തു. കുറെ ലോങ്ങിൽ നിൽക്കുന്ന ആളുകളോ തെറ്റിപ്പോയി, തെർത്തീബ് തെറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത ക്രമത്തിൽ ചെയ്യാൻ പറ്റിയില്ല. എങ്ങനെ പറ്റിയ? എന്നിട്ട് പെരുന്നാൾ ദിവസം ദുൽഹിജ്ജ 10-ന്റെ അന്ന് എവിടെ ഉണ്ടാകുക? ഹാജിമാര് എവിടെ ഉണ്ടാകുക? മിനയിലാ ഉണ്ടാകുക, യൗമുൻ നഹറില്. ആ മിനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹജ്ജത്തുൽ വദാഇന്റെ ദിവസം, പെരുന്നാൾ വലിയൊരുനാളിന്റെ ദിവസത്തില് എല്ലാം കഴിഞ്ഞ് അന്നത്തെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയപ്പോ സ്വഹാബത്തിന് ചോദ്യം ചോദിക്കാനും അവരോട് മറുപടി പറയാനും പാകത്തിനൊരു മൂലയിലേക്ക് മാറുന്നു. ഇമാം ബുഖാരി ആ ഹദീസ് ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്. ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖഫ ഫീ ഹജ്ജത്തിൽ വദാഇ ബിമിനൻ ലിന്നാസി യസ്അലൂനഹു, ജനങ്ങൾക്ക് സംശയ ദൂരീകരണത്തിന് വേണ്ടി, ഡൗട്ടുകൾ ചോദിച്ച് പരിഹാരം കണ്ടെത്താൻ വേണ്ടി മിനയിൽ തങ്ങളുടെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചതിന്റെ പിറകെ ജനങ്ങൾക്ക് ചോദിക്കാനും അവർക്ക് പറഞ്ഞു കൊടുക്കാനും വേണ്ടി സമയം കണ്ടെത്തി നബി തങ്ങൾ റെഡിയായി നിന്നപ്പോ
നബി തങ്ങൾ എന്താ അന്ന് ചെയ്തത്? ആദ്യമായിട്ട് ജംറയിലേക്ക് എറിഞ്ഞു. പിന്നെന്താ ചെയ്തത്? ബലി അറുത്തു. പിന്നെന്താ ചെയ്തത്? മുടിയെടുത്തു. ഇങ്ങനെയാണ് നബി തങ്ങൾ ചെയ്തത്. ആദ്യം ജംറയിലേക്ക് കല്ലെറിഞ്ഞു മിനയിൽ. പിന്നെന്ത് ചെയ്തു? അതിനുശേഷം ബലികർമ്മം നടത്തി. മൂന്നാമത് എന്ത് ചെയ്തു തങ്ങള്? മുടിയെടുത്തു. ഇങ്ങനെ നബി ചെയ്തത്. തൊട്ട അടുത്ത് നിൽക്കുന്ന സ്വഹാബത്തൊക്കെ ഇത് ലൈവായി കണ്ടിട്ട് അവരും ചെയ്തു. പക്ഷെ ലോങ്ങുള്ള പലരും ക്രമം തെറ്റിപ്പോയി. എന്നിട്ട് ഇവര് വന്നു, നബിയുടെ മുന്നിൽ വന്ന് ഒരാൾ വന്നു പറഞ്ഞു, യാ റസൂലല്ലാഹ്, സങ്കടത്തോടെ, ഭീതിയോടെ, ആശങ്കയോടെ, ലം അശ്ഉർ യാ റസൂലല്ലാഹ്, അറിയാതെ ഒരു പറ്റിപ്പോയി തങ്ങളെ. എന്താ പറ്റിയത്? ഹലഖ്തു ഖബ്ല അൻ അസ്ബഹ, ബലി അറുക്കും മുമ്പ് ഞാൻ തലമുണ്ടനം ചെയ്തു പോയി. തങ്ങള് ബലികർമ്മത്തിന് ശേഷമാണ് തലമുണ്ടനം ചെയ്ത്, അറിയാതെ പറ്റിയതാണ് റസൂലേ. ബലിയറുക്കും മുമ്പ് ഞാൻ മുടിയെടുത്തു പോയി റസൂലേ. നബി തങ്ങൾ ആ സ്വഹാബിയെ ആശ്വസിപ്പിച്ച് പറഞ്ഞു, കുഴപ്പമില്ല മോനെ, ഇത് ഇപ്പൊ പോയിട്ട് അർത്ഥോ, മുടിയെടുത്തതിന് ശേഷം അറക്കാം, ഇത് വലാ ഹറജ, ഒരു കുറ്റമില്ല മോനെ, ഞാൻ ചെയ്തതുപോലെ തന്നെ ആകണം എന്നൊരു കണിശത ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇത് ഇനി മോൻ പോയിട്ട് അർത്ഥോ, വലാ ഹറജ, ഹജ്ജിന് ഒരു കുറവോ കുറ്റോ വരൂലാർ. ആ സ്വഹാബിയാണ് പോയി. ഫജാ ആഖറു, ആ അങ്ങേ മൂലയിൽ നിന്ന് വേറൊരു സ്വഹാബി ഓടി കിതച്ചത്തിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ലം അശ്ഉർ, ഞാൻ തങ്ങളുടെ ക്രമം കണ്ടില്ല, അറിഞ്ഞില്ല, അതുകൊണ്ട് ഫനഹർതു ഖബ്ല അൻ അർമിയ, കല്ലേറ് നടത്തുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ ബലിയറുത്തു പോയി തങ്ങളെ. കല്ലേറ് ജംറയിലേക്ക് കല്ലേറ് നടത്തുന്നതിന്റെ മുമ്പ് ഞാൻ ബലികർമ്മം നടത്തിപ്പോയി റസൂലേ. ഇത് വലിയൊരു കുഴപ്പമായല്ലോ, കർമ്മം തെറ്റിപ്പോയല്ലോ. ആ സ്വഹാബിയോട് പറഞ്ഞു, എന്തിനാ ബേജാറാകുന്നത്, നീ ഇപ്പൊ ബലി അറുത്തു, എറിഞ്ഞിട്ടില്ല എന്നല്ലേ, ഇർമി പോയിട്ട് ഇപ്പാണ് എറിഞ്ഞോ, വലാ ഹറജ, ഒരു കുഴപ്പമില്ല, ഞാൻ ചെയ്തതുപോലെ ആയിട്ടില്ല എന്നല്ലേ ഉള്ളൂ, ഇനി പോയിട്ട് കല്ലേറ് നടത്തിക്കോ, വലാ ഹറജ, കുറ്റല്ല. എന്നിട്ട് ഇമാം ബുഖാരി പറയുന്നു, ഫമാ സുഇലൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഷൈഇൻ ഇല്ലാ ഖാല ഇഫ്അൽ വലാ ഹറജ. ഒരുപാട് സ്വഹാബികൾ വിവിധ അവസ്ഥകളിൽ ക്രമം തെറ്റിച്ച് ചെയ്തത് സങ്കടത്തോടെ, ഭീതിയോടെ, വേദനയോടെ നബി തങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ അവരോടൊക്കെ പറഞ്ഞു, ഇഫ്അൽ, ചെയ്യാത്തത് അങ്ങോട്ട് ചെയ്തോ, മുടങ്ങിപ്പോയതാണ് ചെയ്തോ, ചെയ്യാത്തത് മുടി കളയലാണെങ്കിൽ അത് ചെയ്തോ, അറിവാണെങ്കിൽ അത് ചെയ്തോ, കല്ലേറാണെങ്കിൽ അത് ചെയ്തോ, ചെയ്യാത്തത് ഇഫ്അൽ, അതങ്ങ് ചെയ്തോ, വലാ ഹറജ, ഒരു കുഴപ്പമില്ല. നോക്കൂ നിങ്ങൾ, ഇതിലൊന്നൊരു സങ്കുചിതമായ വീക്ഷണങ്ങളോ കണിശമായ ഒരേ റൂട്ടോ. ഹജ്ജിനെ 3 ടൈപ്പ് രൂപം പഠിപ്പിച്ചു. ലോക മുസ്ലിമീങ്ങൾ ഒരു കേന്ദ്രത്തിൽ വന്ന് ചെയ്യാനുള്ള കർമ്മമായതിനാൽ അതിന് 3 രൂപം തന്നെ പഠിപ്പിച്ചു. നമുക്കറിയാം, ഇന്ത്യയിൽ നിന്ന് പോകുന്ന നമ്മൾ മലയാളികൾ അടക്കമുള്ള ആളുകളൊക്കെ തമത്തു എന്ന് പറഞ്ഞ ആ രൂപത്തിലാണ് ചെയ്യുന്നത്. ഹജ്ജ് മാസം ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്ത് അവിടെ പോയി ഉംറ നിർവഹിച്ച് മുടിയെടുത്ത് തഹല്ലുലായി, പിന്നെ പാൻറ് ഇടാ, ഡ്രസ്സ് ഇടാ, ഭാര്യയായിട്ട് ജീവിക്കുക, ഒരു കുഴപ്പമില്ല. പിന്നെ തുടർന്ന് ദുൽഹിജ്ജ 8 മുതൽ 13 വരെ 6 ദിവസം നീണ്ടു നിൽക്കുന്ന ചില കർമ്മങ്ങളാണ് ഹജ്ജ്. സൗകര്യത്തിന് വേണ്ടി 7 തന്നെ മുത്തവ്വിഫിന്റെ ബസ് വരും, മിനയിലേക്ക് ഒരു ദിവസം നേരത്തെ പോകുന്നേ ഉള്ളൂ. 8-ന് തുടങ്ങിയിട്ട്, ദുൽഹിജ്ജ 8-ന് തുടങ്ങിയിട്ട് 13-ന് അവസാനിക്കുന്ന 6 ദിവസത്തെ ചില കർമ്മങ്ങളാണ് ഹജ്ജിന്റെ ജഡം എന്ന് പറയുന്നത്. ഇതിലെന്താ പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്? കഅബയെ ഇടതുവശത്താക്കി തവാഫ് ചെയ്യണം, പ്രത്യേകം പഠിപ്പിക്കണോ? പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ നടക്കുള്ളൂ. ഒരുത്തൻ ഓപ്പോസിറ്റിന് വന്നാല് സൗദി പോലീസാണ് പൊക്കും, നേരെ മെന്റൽ ആശുപത്രിയിലാണ് കൊണ്ടുപോയാക്കും. അതങ്ങനെ നടക്കൂ. വിശുദ്ധ കഅബക്കകത്ത് എത്ര വിഗ്രഹങ്ങളെ ഉണ്ടായിരുന്നത്, എത്ര പ്രതിമകളെ ഉണ്ടായിരുന്നത്. നബി ആയ കാലത്ത് പുറത്തായോ? ഇല്ല. ഹജ്ജത്തുൽ വദാ അല മക്കം ഫത്ഹിന്റെ ദിവസത്തിലാണ് അതൊക്കെ അടിച്ചു നീക്കിയത്. അതുവരെ അതിനകത്ത് ഈ കുട്ടി ദൈവങ്ങളെ ഉണ്ടായിരുന്നു.
കഅബ ഒരു മുസ്ലിമിന്റെ ലക്ഷ്യമല്ല. സഫയും മറുവയും ഒരു മുസ്ലിമിന്റെ ലക്ഷ്യമല്ല. അറഫ എന്ന പ്ലേസ് ഒരു മുസ്ലിമിന്റെ ലക്ഷ്യമല്ല. ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ചിഹ്നങ്ങളാണ് അവകളൊക്കെയും. എന്ത്? ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ചിഹ്നങ്ങളാണ് അവകളൊക്കെയും. ലക്ഷ്യത്തിലേക്ക് ചിഹ്നം എന്ന് പറഞ്ഞാൽ എന്താ ചിഹ്നം? പരിവാളാകട്ടെ, കൈപ്പത്തി ആകട്ടെ, കുടമാകട്ടെ, ഇതൊക്കെ ചിഹ്നാണല്ലോ. എന്താണ് ഈ ചിഹ്നം? ആ ചിഹ്നം ഒരു ദർശനത്തെ, ഒരു പ്രത്യയ ശാസ്ത്രത്തെ സൂചിപ്പിക്കുന്നു. ഇതാ ചിഹ്നം അല്ലേ? ഇപ്പൊ കൈ കാണുമ്പോ തന്നെ അത് ആ പ്രത്യയ ശാസ്ത്രം നമുക്ക് ഓർമ്മ വരും. അരിവാൾ ചുറ്റിക കാണുമ്പോ ആ ദർശനം പ്രത്യയ ശാസ്ത്രമാണ് നമ്മുടെ മനസ്സിൽ വരിക. ഇതുപോലെ കഅബ അള്ളാഹുവിന്റെ ചിഹ്നമാണ്, അറഫ ചിഹ്നമാണ്, സഫയും മറുവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. ഈ ചിഹ്നങ്ങൾ ലക്ഷ്യത്തിന്റെ മേൽ അറിയിക്കുന്ന വസ്തുതകളാണ്. കഅബ എന്ന് പറഞ്ഞാല് കഅബ നമ്മുടെ ലക്ഷ്യമല്ല, ആ കഅബയുടെ ഉടമസ്ഥനാണ് നമ്മുടെ ലക്ഷ്യം. ഖുർആൻ പറഞ്ഞ സ്റ്റൈല് നോക്ക്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹിം. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ്, മാനവ മക്കൾക്ക് വേണ്ടി എടുത്തുയർത്തപ്പെട്ട പ്രഥമ ഗേഹം. ലല്ലദീബി ബക്കത്ത മുബാറക്ക, അനുഗ്രഹീതമായ മക്ക മണ്ണിലുള്ള കഅബയാണ്. എന്നിട്ട് അള്ളാഹു പറയാ ഹുദല്ലിൽ ആലമീൻ, അത് ലോകർക്ക് വഴികാട്ടുന്നു. അത് ലോകർക്ക് വഴികാട്ടിത്തരുന്ന ആള് നമ്മളെ ലക്ഷ്യമാണോ? അദ്രൈമാനാജിന്റെ വീട്ടിലേക്ക് ഏതാ വഴി ചോദിച്ചു, അത് എനിക്കറിയാം, എന്റെ കൂടെ പോരായിരുന്നു. ഇയാള് നമ്മളെ ലക്ഷ്യമാണോ? ആണോ? നമ്മളെ ലക്ഷ്യം അയാളല്ലല്ലോ, അദ്രൈമാനാജിന്റെ വീടല്ലേ അല്ലേ? ഹുദല്ലിൽആലമീൻ, ലോകർക്കാകമാനം ഈ കഅബ മന്ദിരം വഴികാട്ടിയാണ്, ഹാദിയാണ്, ഹുദയാണ്, സന്മാർഗം കാണിച്ചു തരുന്നു. എങ്ങോട്ടാ നേർവഴി കാട്ടുന്നത്? അതിന്റെ ഉടമസ്ഥനിലേക്ക്. അതിന്റെ ഉള്ളു ശൂന്യ മക്കളെ, സഹോദരന്മാരെ, അതിന്റെ ഉള്ളു പൊള്ളേണ ഒന്നുമില്ല. അത് ഹാദിയാണ്, ഹുദയാണ്, അതിന്റെ ഉടമസ്ഥനിലേക്ക് വഴികാട്ടുകയാണ്. ഇങ്ങനെ ഹജ്ജിന്റെ ഓരോ അമലും അല്ലാഹിറുൻവാനുൽ ബാത്തിൻ, ഈ അമലുകളൊക്കെയും ഒരു ആന്തരിക അർത്ഥത്തിന്റെ അഡ്രസ്സുകളാണ്. ഇപ്പൊ തവാഫ് ചെയ്യണ അതൊരു അഡ്രസ്സാണ്. എന്താണ്? ഒരു അഡ്രസ്സാണ്. സഫാ മർവക്കിടയിൽ സഈ ചെയ്യൽ അതൊരു അഡ്രസ്സാണ്. അഡ്രസ്സ് പറഞ്ഞാല് അഡ്രസ്സ് എഴുതി KK മൊയ്തു ഹാജി, മൂവാറ്റുപുഴ, എറണാകുളം ജില്ല എന്ന് എഴുതിയാൽ അതാ പറഞ്ഞ ആളാവോ? അല്ലെങ്കിൽ അത് നാവുകൊണ്ടാണ് പറഞ്ഞാൽ ആ ആളാവോ? അത് അഡ്രസ്സാണ്. ആളിവിടെ, ആള് വേറെയാണ്, ആള് വേറെയാണ്. ഇതുപോലെ തവാഫ് ഒരു അഡ്രസ്സാണ്, സഈ ഒരു അഡ്രസ്സാണ്, ബലികർമ്മം ഒരു അഡ്രസ്സാണ്, ഏതുണ്ടോ കല്ലേറൊരു അഡ്രസ്സാണ്. അതൊക്കെ ഒരു അർത്ഥത്തിന്റെ മേൽ സൂചിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലാഹിറുൻവാനുൽ ബാത്തിൻ, ഒരു ആന്തരിക അർത്ഥത്തിന്റെ മേൽ സൂചിപ്പിക്കുന്ന മേൽവിലാസങ്ങളാണ് ഈ ബാഹ്യമായ കർമ്മങ്ങളൊക്കെയും. ഇപ്രകാരം അള്ളാഹുവിലേക്ക് വഴികാട്ടുന്ന ചിഹ്നങ്ങളാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ, വിശുദ്ധ മന്ദിരങ്ങളൊക്കെ, വിശുദ്ധ ഗേഹങ്ങളൊക്കെ, വിശുദ്ധ ഭൂമികളൊക്കെ. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് നിർത്തുകയാണ്, നമുക്കിതൊക്കെ പറയാൻ സമയമില്ല. എന്നിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് പോയേക്കാണ്. ഇതൊരു 2 ദിവസമെങ്കിലും വേണം ഹജ്ജിന്റെ ആത്മാവ് ഒന്ന് മനസ്സമാധാനത്തോടെ പറയാൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന പരുവത്തിൽ നിങ്ങളെ ഫലിപ്പിച്ച് പറഞ്ഞ 2 ദിവസമെങ്കിലും വേണം. നമുക്കതിന് നേരമില്ല. ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഖുർആനിലൊരു ആയത്തുണ്ട്, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. കേട്ടിട്ടില്ലേ? അല്ലേ? വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ.
ഇബ്രാഹിം മഖാമിനെ നിങ്ങൾ മുസല്ലയാക്കണം. ഇതൊരു അഡ്രസ്സാണ്. ഇതിനൊരു ജഡമുണ്ട്, ഇതിനൊരു ആത്മാവുണ്ട്. എന്താ ഇതിന്റെ ജഡം? ഇബ്രാഹിം മഖാം പറഞ്ഞ സാധനം കാണും. അതൊരു പളുങ്ക് കുപ്പിയിൽ ഒരു പളുങ്കിൽ സ്ഫടികത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ചെന്ന് അടുത്ത് എന്ന് നോക്കിയാൽ ആ കാൽപാദം പതിഞ്ഞ ആ കല്ല് കാണാൻ പറ്റും. അതിൻ്റെ ചാരത്ത് ചെന്ന് നിസ്കരിക്കൽ ഈ പറഞ്ഞതിൻ്റെ ഒരു അഡ്രസ്സാണ്, അല്ലെങ്കിൽ ജഡാണ്. അതിനൊരു ആത്മാവുണ്ട്. അള്ള പറഞ്ഞതുപോലെ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല. അള്ള എന്താ പറഞ്ഞത്? വത്തഖിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാന. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. അള്ള പറഞ്ഞത് വത്തഖിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. മഖാമ് ഇബ്രാഹീമിനെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്റ്റാൻഡിനെ നിങ്ങൾ മുസല്ലയാക്കണം, നിസ്കാരത്തിന്റെ ഇടമാക്കണം. എന്ന് വെച്ചാൽ ആ കല്ലിൽ നിസ്കരിക്കണം എന്നാണ്. ഇബ്രാഹിം മഖാമിന്റെ ചാരത്ത്, പരിസരത്ത് നിസ്കരിക്കണമെന്നല്ല അള്ള പറഞ്ഞത്. മനസ്സിലായോ? അതിനെങ്ങനെ പറയാ? ഹൗല മഖാമി ഇബ്രാഹിമ മുസല്ല. ആ ഇബ്രാഹിം മഖാം എന്ന ആ കല്ലിന്റെ ചാരത്ത് അടുത്ത് നിങ്ങൾ നിസ്കരിക്കണം. അതിന് ഹൗല മഖാമി ഇബ്രാഹിം എന്നാ പറയേണ്ടത്. അല്ല അങ്ങനെയല്ല പറഞ്ഞത്. അല്ല എന്നാ പറഞ്ഞത്? വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. ഇബ്രാഹിം മഖാമിനെ നിങ്ങൾ മുസല്ലയാക്കണം. മുസല്ല എന്താ? നിസ്കരിക്കുന്ന ഇടം. അത് ഇബ്രാഹിം മഖാമിനെ ആക്കണം എന്നാ. എങ്ങനെയത് നടക്കുക? ഇന്ന് ഏതായാലും നടക്കില്ല, പണ്ടും നടന്നിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലം തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലം വരെ, ഒന്നാം ഖലീഫയുടെ കാലം, ഖിലാഫത്ത് അവസാനിക്കുന്നത് വരെ ഈ കല്ല് എവിടെ ഉണ്ടായിരുന്നത്? നിങ്ങൾക്ക് ഇന്ന് കാണുന്ന സ്ഫടികക്കൂട്ടിലല്ല, കഅബയുടെ ഭിത്തിയിൽ അത് ചാരി വെച്ചിരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകോളം ആ കല്ല് എവിടെ കിടന്നിരുന്നത്? കഅബയുടെ ഒരു ഭിത്തിയിൽ ഒരു സൈഡിൽ ചാരി വെച്ചിരിക്കുകയായിരുന്നു. ഇന്നുള്ള ആ ഭാഗത്തേക്ക് അത് മാറ്റിയത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ. അപ്പൊ കഅബാലയത്തിൽ ചാരി വെച്ച കാലത്ത് അതിമ കയറി ഒരു സഹാബി നിസ്കരിച്ചിട്ടില്ല. അള്ള പറഞ്ഞത് ആ കല്ലിനെ മഖാമാക്കണം. ആ കല്ലിനെ എന്നല്ല, മഖാം ഇബ്രാഹീമിനെ നിങ്ങൾ മുസല്ലയാക്കണം എന്നാ പറഞ്ഞത്. ഇന്നൊരിക്കലും നടപടിയില്ല. കാരണം അതൊരു പളുങ്കുകൂട്ടിലിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. അതിനൊരർത്ഥമുണ്ട്. എന്താണ് അർത്ഥം? ഇബ്രാഹീമിന്റെ സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾ നിസ്കരിക്കണം. നമ്മളൊരു വ്യക്തിയോട് ചോദിക്കൂലേ, നിന്റെ സ്റ്റാൻഡ്, നിന്റെ സ്റ്റാൻഡ് കണ്ടുകൂടെ? അങ്ങനെ ആരെയും പറയോ? ഒരു വിഷയത്തിൽ സംസാരിച്ച് എന്താ നിന്റെ സ്റ്റാൻഡ് എന്ന് അറിയട്ടെ. എന്നുവെച്ചാൽ നിന്റെ മനോഗതി എന്താണ്, ഈ വിഷയത്തിൽ നിന്റെ കാഴ്ചപ്പാട് എന്താണ്, അതല്ലേ നിന്റെ സ്റ്റാൻഡ് എന്താന്നുള്ള ചോദ്യം അല്ലേ? വത്തഖിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാനസികമായ നിലവാരത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുവീൻ. ആ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് നിങ്ങൾ അല്ലാഹുവുമായി സംവദിക്കുവീൻ, ബന്ധപ്പെടുവീൻ എന്നാണ് ഇതിന്റെ പൊരുള്. അതാണ് ഇതിന്റെ ജീവൻ. ഹജ്ജിന് പോകുന്ന ഹാജി, ഹജ്ജുമ്മ, നിങ്ങളൊരു ഇബ്രാഹീമിന്റെ പ്രതിനിധിയാകണം, അനുയായിയാകണം. അതെ അതെ, വത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ. നിങ്ങൾ ആ ചര്യ പിന്തുടരണം. നിങ്ങളൊരർത്ഥത്തിൽ ആ ത്യാഗം നിങ്ങളിലുണ്ടാകണം, ആ അർപ്പണ മനോഭാവം നിങ്ങളിലുണ്ടാകണം. അർപ്പണ മനോഭാവത്തിന്റെ, ത്യാഗത്തിന്റെ, അനുസരണയുടെ സ്റ്റാൻഡാണ് ഇബ്രാഹീമിന്റെ സ്റ്റാൻഡ് അലൈഹിസ്സലാം. എന്ത്? ഇബ്രാഹിം മഖാം എന്നാൽ വെറും കല്ലല്ല. ആ കല്ല് നമ്മോട് പറയുന്ന കഥ, അർത്ഥം അർപ്പണത്തിന്റെ, ത്യാഗത്തിന്റെ, അനുസരണയുടെ ചരിത്രമാണ്. അതാണ് ഇബ്രാഹിമി സ്റ്റാൻഡ്. ആ സ്റ്റാൻഡിൽ മാനസികമായി നമ്മൾ എത്തിയിട്ട് നമ്മൾ അല്ലാഹുവായിട്ട് ബന്ധപ്പെടണം. ഇതാണ് അതിന്റെ ജീവൻ. ഇങ്ങനെ തവാഫിനുണ്ട്, ഇങ്ങനെ സഈനുണ്ട്, ഓരോന്നിനുണ്ട്. അതുകൊണ്ട് ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ജീവൻ ഉണ്ടാകണമെങ്കിൽ ഈ ചെയ്യുന്നതൊക്കെ എന്തർത്ഥമാണ്, എന്തിനെയാണ് ഞാൻ പിന്തുടരുന്നത് എന്ന ബോധം.
ഇപ്പോൾ ഒരു സിനിമയിൽ മമ്മൂട്ടി നായകനായിട്ട് അഭിനയിക്കുകയാണ്. എന്താ നായകൻ്റെ റോള്? നാട്ടിലാകെ കലാപാണ്, രാഷ്ട്രീയക്കാർ മുഴുവൻ അഴിമതിയാണ്, കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകവുമാണ്. അപ്പൊ നായകനായ മമ്മൂട്ടി വന്നിട്ട് അക്രമികളെ മുഴുവൻ അടിച്ച് നിരത്തിയിട്ട് നാട്ടിൽ ധർമ്മം സ്ഥാപിക്കുകയാണ്. ഇങ്ങനെ മമ്മൂട്ടി ഒരു പടത്തിൽ അഭിനയിച്ചാൽ ധർമ്മ സംസ്ഥാപനത്തിന്റെ കൂലി അള്ളാന്റെ അടുത്ത് നിന്ന് മമ്മൂട്ടിക്ക് കിട്ടുമോ? കിട്ടൂലേ? നിർമ്മാതാവിന്റെ അടുത്ത് കോടികൾ കിട്ടുമോ? ഒക്കെ കിട്ടും. മമ്മൂട്ടിക്ക് ഈ ആക്ടിങ്, ഓൺലി ആക്ടിങ്ങിന് അള്ളാന്റെ അടുത്ത് കൂലി കിട്ടുമോ? കിട്ടൂലേ? കിട്ടൂല. ഇതേപോലെയാണ് ഹജ്ജിനെ അനുകരിച്ച് അഭിനയിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തതിന് ആക്ടിങ്ങിലൂടെ, കേവല അഭിനയത്തിലൂടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ കാഴ്ചവെക്കുന്ന ഹാജിയുടെ ഗതിയും ഈ മമ്മൂട്ടിയുടെ ഗതിയും വ്യത്യാസം ഉണ്ടാവില്ല. മനസ്സിലായില്ല? ഇത് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക്. ഇത് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറഞ്ഞത് ഹജ്ജിന്റെ ജീവനാണ്. ഓരോന്നും ചിഹ്നങ്ങളാണ്, ഓരോന്നും ജഡങ്ങളാണ്. അതിന് ജീവനുണ്ടാകണം, അതിന് മനം നിറയെ അള്ളാഹു ഉണ്ടാകണം. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നവരുടെ ഹജ്ജിന് അള്ളാഹുവേ നീ ജീവൻ നൽകണമേ, പൊരുൾ നൽകണമേ.